ഹലോ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. 7 മണി ആയിട്ടില്ല. എല്ലാവരും ജോയിൻ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള എല്ലാവരും ഒന്ന് വന്നോട്ടെ. ഹലോ. നിങ്ങളെല്ലാവരും മ്യൂട്ടാണെന്ന് എനിക്കറിയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു സെഷൻ ഒരു PPTയുടെ ഹെൽപ്പോടുകൂടി നമുക്കൊരു ഹാഫ് ആൻ അവറിൽ അല്ലെങ്കിൽ ഒരു 35-40 മിനിറ്റ്സിൽ തീർക്കാനാണ് ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 20 മിനിറ്റ്സ് നിങ്ങളുടെ ഡൗട്ട്സ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നെ അറിയാവുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. എൻ്റെ പേര് ദിവ്യ എന്നാണ്. നമ്മൾ ഒരു പബ്ലിക്കേഷൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ പോലെയൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പുസ്തകം എഴുതണം എന്നൊക്കെ ആലോചിച്ച് നടന്ന ഒരാൾ തന്നെയാണ് ഞാൻ. മുന്നെയൊക്കെ ചെറുതിലെ തൊട്ട് എഴുതുമായിരുന്നു, സ്കൂളിലും കോളേജിലൊക്കെ എഴുതുമായിരുന്നു. അതിനൊക്കെ ശേഷം പിന്നീട് തനിയെ പബ്ലിഷ് ചെയ്യാൻ വന്നത് നമ്മൾ ആദ്യം സെൽഫ് പബ്ലിഷ് ചെയ്തു. പബ്ലിക്കേഷൻ ഒന്നും അല്ലാതെ സെൽഫ് പബ്ലിഷ് ചെയ്തു. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ സെൽഫ് പബ്ലിഷിംഗ് മോഡലിൽ നിന്നൊരു കമ്പനി ഫോം ചെയ്ത് ബാക്കിയുള്ള ആളുകളുടെ പുസ്തകങ്ങളുടെ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവർക്ക് ക്യാമറ ഓൺ ചെയ്യാം. എങ്ങനെയാണ് നിങ്ങളുടെ കംഫർട്ട് എങ്ങനെയാണോ അങ്ങനെ. ഓക്കെ, ഓഡിബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരേക്കും. നമുക്ക് അങ്ങനെയാണെങ്കിൽ PPT സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് 1 അവറിലാണ് നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ആ ടൈമിൽ തന്നെ നിർത്തണം എന്നുള്ളൊരു നിർബന്ധം ഉള്ളതുകൊണ്ടേ. നിങ്ങളെല്ലാവരും പലതരം എഴുത്ത് പരിപാടികൾ ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ ഓൾറെഡി കുറച്ചധികം എഴുതിയിട്ടുള്ളവരായിരിക്കാം, ആദ്യമായിട്ട് പുസ്തകം ചെയ്യാനിരിക്കുന്നവരായിരിക്കും. അങ്ങനെ പല ഒരു എഴുത്തിന്റെ പല ഗ്രേഡിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പം എല്ലാവർക്കും മനസ്സിലാവണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതിങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അറിയാത്ത ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടി പറയുകയാണെന്ന് വിചാരിച്ചാൽ മതി. എനിവേ, ഞാൻ PPTയിലേക്ക് കടക്കാം. നമ്മളൊരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഒരുമാതിരി ആൾക്കാരൊക്കെ എത്തിയും തോന്നുന്നു. സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. ഇല്ല, കാണുന്നില്ലല്ലോ. ആണോ? ഒരു സെക്കൻഡ്. ഓക്കെ ആയിട്ടോ? ഒന്നുകൂടി ചെക്ക് ചെയ്യാം. നോക്കട്ടെ, ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 2 മിനിറ്റ് കൂടെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഞാൻ ആക്ച്വലി ഓതർ കോച്ചിങ് എടുക്കുന്നതാണ്. അപ്പം ഓൾറെഡി എൻ്റെ കൂടെ ഓതർ കോച്ചിങ് എടുത്ത ആൾക്കാരും ഇതിലുണ്ടാവും. ഞാൻ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയുകയാണ്, നമ്മൾ ഓതർ കോച്ചിങ് എടുക്കുമ്പോൾ 1-to-1 കോച്ചിങ് ആണ്. ഒരാൾ ഉണ്ടാവുള്ളൂ, ഒരു ക്ലയൻറ്റും ഞാനും ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു റൈറ്റിങ്ങിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓരോരുത്തരുടെയും ഓരോ ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും. ഓരോരുത്തർ എഴുതുന്ന ഓരോ ടൈപ്പ് സംഗതികളായിരിക്കും. ചിലർ കഥകൾ എഴുതുന്നവരായിരിക്കും, ചിലർ നോവലിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും, ചിലർക്ക് എവിടെയെങ്കിലും എത്തി സ്റ്റക്കായിരിക്കും. അങ്ങനെ പലതരം പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ അവരത് പറഞ്ഞിട്ട് നമ്മളത് സോൾവ് ചെയ്തെടുക്കുന്ന ഒരു സെഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള സെഷൻസിൽ യൂഷ്വലി മെയിൽ ക്ലയൻസ് ആണുങ്ങൾ വന്നിരിക്കുമ്പോൾ അവർക്ക് 1 മണിക്കൂർ കഴിഞ്ഞാലും സംശയങ്ങൾ ഉണ്ടാവും. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് അങ്ങനെയാണോ, അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്താലോ, ഈ പ്ലാൻ എടുത്താലോ എന്നൊക്കെ. യൂഷ്വലി ഞാൻ എൻ്റെ ഫീമെയിൽ ക്ലയൻസുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം കണ്ടീഷൻ ചെയ്ത് പ്രത്യേക രീതിയിലാണല്ലോ വളർത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ എത്ര പ്രിവിലേജ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും പലതരത്തിലുള്ള മനുഷ്യന്മാരാണെങ്കിലും നമ്മളെ ഈ കണ്ടീഷൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയുണ്ടാവില്ല.
ഇത് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നന്നായിട്ട് എഴുതുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ മറ്റേ സൈഡ് നേരെ തിരിച്ചാ. ഞാൻ മെയിൽ ക്ലയൻസിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർ എഴുതുന്ന കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇവിടെ നേരെ തിരിച്ചാ, ഇവിടെ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഇവർക്കത് സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആൾക്കാർ വായിച്ചിട്ട് മോശം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞവരിയ്ക്കുകയായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, കുറച്ചും കൂടെ കാര്യങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട് ആസ് ഫീമെയിൽ റൈറ്റേഴ്സ്. നമ്മളെല്ലാവരും ഒത്തിരി കാര്യങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയതിന്റെ കൂടെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു ഐഡിയയിലേക്ക് വന്നത്. ഞാൻ PPT ഷെയർ ചെയ്യാം ഇനി. കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ. ഇല്ല, എനിക്ക് കാണുന്നില്ല. കാണുന്നില്ലേ? ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്, കാണാമോ? ഇപ്പൊ കാണാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പം ഓരോരുത്തരും ഞാൻ തുടങ്ങുകയാണേ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മൾ ആക്ച്വലി ഓരോരുത്തരും എഴുതുന്നത് ഓരോ ടൈപ്പ് സംഗതിയായിരിക്കും അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എന്താ എഴുതാൻ ആഗ്രഹിച്ചിരിക്കുന്നതെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ കഥ എഴുതാൻ വരുന്നവരായിരിക്കും, കവിത എഴുതാൻ വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ നോവൽ എഴുതാൻ വരുന്നവരായിരിക്കും. അങ്ങനെ ഒത്തിരി ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇതല്ല കഥ, കവിത, നോവൽ അല്ലാതെ മെമ്മോയർ, ഓർമ്മക്കുറിപ്പുകളില്ലേ, ഓർമ്മക്കുറിപ്പുകൾ എഴുതാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനകത്തുള്ള ഒരു ഐഡിയ എങ്ങനെയാണെന്ന് വെച്ചാൽ, മൊത്തത്തിൽ നമ്മൾ ഈ ഒരു 30 മിനിറ്റ്സ് ഉള്ള PPT-യിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്ത് എഴുതാനാണ്, നിങ്ങൾ എന്തിനെഴുതാനാണ്, നിങ്ങൾക്ക് അതിനകത്ത് വരുന്ന ബേസിക് ആയിട്ടുള്ള ഡൗട്ട്സും ഒക്കെയാണ്. അതിനുശേഷം പേഴ്സണലായിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് മീറ്റ് ചെയ്യാം. അപ്പോൾ കഥകൾ എഴുതുകയാണെങ്കിൽ എന്ത് എഴുതുകയാണെങ്കിലും നിങ്ങളുടെ പുസ്തകം ഒരു മിനിമം 60 പേജെങ്കിലും ഉള്ളതാണ് നല്ലത്. ബിക്കോസ് 60 പേജെങ്കിലും ഉള്ളപ്പോഴാണ് നമുക്കൊരു പുസ്തകത്തിനെ പുസ്തകമായിട്ട് പിടിക്കാൻ പറ്റുന്നത്. എന്താ പറയുക, അതിനൊരു നമുക്കൊരു ഹാർഡ് കോപ്പി മെറ്റീരിയൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതുന്ന ആളാണെങ്കിലും A5-ൽ, നിങ്ങൾ A4-ലായിരിക്കും എഴുതുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. A5-ൽ ഒരു A4 എന്ന് പറഞ്ഞാൽ 2 A5 ആയിരിക്കും ഓൾമോസ്റ്റ്. അപ്പൊ A5-ൽ ഒരു മിനിമം 60 പേജെങ്കിലും ഒരു കണ്ടന്റ് വേണം ഫോർ എ ബുക്ക്. അതിപ്പോ ഒരു കഥാസമാഹാരമാണെങ്കിൽ ചിലപ്പോൾ ഒരു 6-7 കഥ വേണമായിരിക്കും. നോവലാണെങ്കിൽ ഒരു മിനി നോവലായിട്ട് ആവണമായിരിക്കും. കവിതകളാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ഒരു 15-30 നിങ്ങളുടെ കവിതകളുടെ ലെങ്ത് അനുസരിച്ചിട്ട് അത്രയും വേണമായിരിക്കാം. മെമ്മോയ്സ് ആണെങ്കിലും അങ്ങനെയാണ് പിന്നെ നമ്മൾ എന്ത് എഴുതണം എന്നുള്ളതൊക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ചിരിക്കും കേട്ടോ. ഫസ്റ്റ് ബുക്ക് നിങ്ങളുടെ കംഫർട്ടിനകത്തുനിന്ന് ചെയ്യുക. നമ്മുടെ നാട്ടിൽ കവിതയ്ക്കൊക്കെ റീഡബിലിറ്റി ഭയങ്കര കുറവാണ്, എന്നാലും ഫസ്റ്റ് ബുക്ക് കംഫർട്ടിനകത്തും ചെയ്യുക, കവിതയാണെങ്കിലും ഓക്കെ. പിന്നെ ഉള്ളത് എന്തിനാ എഴുതുന്നതെന്നുള്ളതാണ്. അതായത് പോയിന്റ് ഈസ്, ഇപ്പൊ ഞാൻ എന്തിനാ ഈ വർക്ക്ഷോപ്പ് നടത്താൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുപോലെ നിങ്ങൾ എഴുതുന്നതിൽ എന്താ പറയുക, ഒരു ഉദ്ദേശം ഉണ്ടാവില്ലേ? ഈ ബുക്ക് എനിക്ക് എന്തിനെഴുതണം, എൻ്റെ ഒരു സന്തോഷത്തിനാണോ, അങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ, ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അതിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം. നിങ്ങളുടെ വൈ എന്താണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും എഴുതി നോക്കണം. ഞാൻ ഈ പറയുന്നതിന്റെ കൂടെ പാരലലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയിട്ട് പിന്നെ അതിൽ വർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോ ഞാനിത് ചെയ്യുമ്പോൾ എന്നെ കാണുന്നില്ലല്ലോ അല്ലേ? ഐ മീൻ സ്ക്രീൻ മാത്രമല്ലേ കാണുന്നുള്ളൂ അല്ലേ? ഞാൻ PPT ഷെയർ ചെയ്യുമ്പോൾ സ്ക്രീൻ മാത്രം എന്നെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, എനിക്ക് സ്ക്രീൻ മാത്രം കാണുന്നുണ്ട്. ഞാൻ സ്ക്രീൻ മാത്രം നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്കൊരു ഹ്യൂമൻ കണക്ഷൻ ഇടയ്ക്ക് മിസ്സായിട്ട് ഞാൻ നിങ്ങളെ നോക്കാൻ വന്നു. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഒരു ബുക്കോ പേപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഈ എന്താ എഴുതാൻ പോകുന്നതെന്ന് തീരുമാനിക്കാൻ വലിയ പാടായിരിക്കും. കഥ എഴുതണോ, കവിത എഴുതണോ, നോവൽ എഴുതണോ എന്നൊക്കെ. അതിലെവിടെയാണ് എനിക്കൊരു 100 പേജ് അല്ലെങ്കിൽ 60 പേജ് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് ആലോചിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓതർ കോച്ചിങ് സെഷൻസിലൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിന് ഉത്തരം കിട്ടിയാലും നിങ്ങൾ ഈ വൈ, ഞാൻ എന്തിനെഴുതണം, എന്തിനാ ഞാനിപ്പോൾ ഒരു ബുക്ക് എഴുതാൻ തീരുമാനിക്കുന്നത് എന്നൊന്ന് അഡ്രസ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ എങ്ങനെ തുടങ്ങണം, അതായത് നമുക്ക് പലതരം കൺഫ്യൂഷൻസ് ഉണ്ടാവും. ചില ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അവരുടെ കയ്യിൽ,
ചിലത് കവിതകളായിരിക്കും, ചിലത് ഓർമ്മക്കുറിപ്പുകളായിരിക്കും, അതായത് പഴയ ഓർമ്മകളൊക്കെ ആയിരിക്കും. അത് ഒന്നിനും ഒരു അടുക്കും ചിട്ടയുണ്ടാവില്ല. ഡയറി കുറിപ്പുകൾ പോലെ ഓർമ്മകൾ എഴുതിയതോ ആരെങ്കിലും കുറിച്ച് എഴുതിയതോ നമ്മളുടെ വിഷമങ്ങൾ എഴുതിയതോ ഒക്കെ ആയിരിക്കാം. ഇതിൻ്റെയൊക്കെ ഒരു കമ്പൈലേഷൻ ആയിരിക്കും. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ബുക്കാക്കാൻ പറ്റുമോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ നോക്കുക അതിനകത്ത് കോമൺ ആയിട്ട് എന്താ ഉള്ളത്. അതായത് ചിലപ്പോൾ നിങ്ങൾ എഴുതിയത് മൊത്തം ഈ മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടൊരു സംഗതി തോന്നത്തില്ലേ, ഒരു എന്താ പറയാ, ഒരു എല്ലാത്തിലും അവരുണ്ട്, അവരുടെ ഒരു സോൾ എലമെന്റ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും കോമണാലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓൾറെഡി കയ്യിലിരിക്കുന്ന കണ്ടന്റിൽ അത് ഓർഗനൈസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതും നല്ലത്, എഴുതി തുടങ്ങിയിട്ടില്ലെങ്കിൽ വളരെ നല്ലത്. തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് തീരുമാനിക്കാം നമ്മൾ എന്ത് എഴുതണം, അതിന്റെ തീം വേണോ. അതായത് പല ആൾക്കാരും ചോദിക്കും തീം നിർബന്ധമൊന്നുമില്ല. ഒരു കവിതാ പുസ്തകത്തിൽ 40 കവിതകൾ, ഞാൻ ഒരു ബിനോയ് പുലാക്കോടിന്റെ ഒരു പുസ്തകമുണ്ട്, ജീവിതം മറന്നുപോയി, പേര് മറന്നുപോയി, ബിനോയ് പുലാക്കോടിന്റെ മനുഷ്യനായി ജനിച്ചതിന്റെ കുഴപ്പങ്ങൾ. ഓക്കെ, മനുഷ്യനായി ജനിച്ചതിന്റെ കുഴപ്പങ്ങൾ. അതിൽ 40 കവിതകളാണ്. 40ഉം തീമാണോ എന്ന് ചോദിച്ചാൽ ജീവിതമാണ് തീം. അപ്പൊ എന്തും എഴുതാലോ. വിഷമങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ കവിതാ പുസ്തകമാണെന്ന് ആലോചിക്കണം. സ്റ്റിൽ അതിനൊരു നല്ല പോപ്പുലാരിറ്റി ഒക്കെ ഉള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോമൺ ആയിട്ട് എന്ത് തീമാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് എൻ്റെ ആദ്യത്തെ ബുക്കാണ്, ഹൃദയം പൊട്ടിപ്പോയ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ തീം എന്ന് പറഞ്ഞാൽ ഒരു ലവ് ബ്രേക്കപ്പ് ആണ്. ആ സമയത്ത് റിലേഷൻഷിപ്പ് ആകെ നാശമായി പോയതൊക്കെ എഴുതി വെച്ചതാണ്. അന്നേരത്ത് തെറാപ്പി ഒക്കെ എടുത്തിരുന്നു, അതിന്റെ ഭാഗമായിട്ട് എഴുതിയതാണ്. അപ്പൊ ഇതിന്റെ തീം പ്രണയം അല്ലെങ്കിൽ വിരഹമാണ്. അങ്ങനെ എന്തെങ്കിലും തീം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇനിയുള്ളത് നമുക്കൊരു ധൈര്യക്കുറവുണ്ടാവും, എങ്ങനെയാണ് ഇതിനെ നമ്മൾ എഴുതിയാൽ ശരിയാവുമോ എന്നുള്ളത്. നമ്മൾ എഴുതുന്നത് വേറെ ആരെയും നമ്മൾ ആദ്യം കാണിക്കുന്നില്ലല്ലോ, നമ്മൾ തന്നെയാണല്ലോ എഴുതുന്നത്. അപ്പോൾ നമുക്ക് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ അങ്ങ് ഷെയർ ചെയ്തു, വേറെ ആരെയും ആദ്യം കാണിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എഴുതി ഒരു പരുവ് എത്തിയിട്ട് ഒരാളെ കാണിച്ചാൽ മതി, അതുവരെ നിങ്ങൾക്ക് എഴുതാലോ. അപ്പോൾ നമ്മൾ എന്താ സ്റ്റോപ്പ് ചെയ്യുന്നത്, എഴുതുന്നതിൽ നിന്ന് വേറൊരാൾ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളതാണെങ്കിൽ തൽക്കാലം ആരെയും കാണിക്കേണ്ട, നിങ്ങൾ എഴുതുക. അതിനുശേഷം കുറച്ചായി കഴിഞ്ഞിട്ട് ഒരു ഒപ്പീനിയൻ ഒക്കെ എടുക്കാൻ സുഹൃത്തുക്കളോ വായിച്ചാൽ നിങ്ങളെ എന്താ പറയാ താഴ്ത്തി കെട്ടാത്ത മനുഷ്യന്മാരെ കാണിക്കുക. എനിക്ക് അങ്ങനത്തെ ഒത്തിരി പേരെ അറിയാം കേട്ടോ, നന്നായിട്ട് എഴുതും. ആരെങ്കിലും വായിച്ചിട്ട് മോശമെന്ന് പറഞ്ഞാൽ അതോടെ അവർ തീരും. അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും നല്ല പോസിറ്റീവായിട്ട് നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന സ്പേസ്, നല്ല സ്പേസുകൾ ഉണ്ടാവുമല്ലോ, പോസിറ്റീവായിട്ടുള്ള സ്പേസുകൾ ഉണ്ടാവുമല്ലോ. ഇനി സെൽഫ് ഡൗട്ട്സ്, ഹോൾഡിങ് സെൽഫ് ഡൗട്ട്സ്, അതായത് എല്ലാവർക്കും ഒരു ഇതുണ്ടാവും, ഒരു ഞാൻ എഴുതിയത് നന്നായോ, എഴുതി കഴിഞ്ഞിട്ട് മോശമായോ, ഇത് പബ്ലിഷ് ഒക്കെ ചെയ്യാൻ കൊള്ളാവോ, അങ്ങനെയൊക്കെ. നിങ്ങൾ ഇന്നത്തെ കാലത്ത് അത് ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. അതായത് നമ്മളത് പബ്ലിഷ് ചെയ്യുക, അവിടെ നിന്ന് നമുക്ക് വിമർശനങ്ങളും ഫീഡ്ബാക്കുകളും കിട്ടും. അടുത്ത പുസ്തകം അതിനേക്കാളും നന്നായി എഴുതുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഏറ്റവും നല്ല പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളിൽ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇപ്പോഴത്തെ ജീവിതം അങ്ങനെയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറയുന്നത് നന്നായിട്ട്. നിങ്ങൾ 5 വർഷം മുന്നേ ജീവിച്ച ജീവിതം ആയിരിക്കില്ല ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ പുസ്തകം എഴുതാൻ മാറ്റിവെച്ചോണ്ടേ ഇരിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ ആ ഒരു സെൽഫ് ഡൗട്ട് കാരണം കൊള്ളുവോ കൊള്ളില്ലേ അങ്ങനെയൊന്നുമില്ല. മാർക്കറ്റിൽ എല്ലാ ടൈപ്പ് പുസ്തകങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് സെൽഫ് ഡൗട്ട് ഒക്കെ ഉണ്ടാവും, ഇറ്റ്സ് ഓക്കെ. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ ഇറക്കുന്ന പുസ്തകം ഈ പ്രായത്തിൽ, നിങ്ങൾക്ക് 25 വയസ്സാണെങ്കിൽ 35 വയസ്സാണെങ്കിൽ ഈ പ്രായത്തിൽ ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്, അടുത്ത വർഷം ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല എഴുതുന്നത്. അപ്പൊ അത് വെച്ചിട്ട് എഴുതാം. പിന്നെന്താണ്, റൈറ്റേഴ്സ് ബ്ലോക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് എഴുതി കഴിഞ്ഞ് എവിടെയെങ്കിലും എത്തി സ്റ്റക്കായി നമ്മളത് ലീവ് ചെയ്തിട്ട് പോകും. ഒത്തിരി അങ്ങനത്തെ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ റൈറ്റേഴ്സ് ബ്ലോക്കുമായിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമുക്കത് ബ്രേക്ക് ചെയ്യാൻ ഫസ്റ്റ് തിങ് ഈസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓതർ കോച്ചിങ് തന്നെയാണ്. അതിനകത്തുനിന്ന് നമുക്കത് ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ എവിടെയാണ് ബ്ലോക്കായിരിക്കുന്നത്, കഥയാണോ നമുക്കില്ലാത്തത്, അതോ നമ്മുടെ ക്യാരക്ടറിനെയാണോ നമുക്ക് അറിയാത്തത് എന്നുള്ളൊരു കാര്യം. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ള ഉറപ്പില്ലായ്മ ഉണ്ടല്ലോ, എനിക്കൊക്കെ എഴുതാൻ പറ്റുമെന്ന്. ഇഷ്ടംപോലെ ആൾക്കാരെ നോക്കുക. മുഹമ്മദ് അബ്ബാസ് ഒക്കെ, നിങ്ങൾ വിശപ്പ് പ്രണയം ഉന്മാദം എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് അബ്ബാസിന്റെ ഒക്കെ ബുക്കാണ്. മലയാളം ഒന്നും അറിയാത്ത മനുഷ്യനാണ്, സ്കൂളിലൊന്നും പോയിട്ടില്ലാത്ത, അങ്ങനത്തെ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത മനുഷ്യന്മാരാണ്. അപ്പോൾ നമുക്ക് ഭാഷ അറിയാം, നമുക്ക് എഴുതാനും വായിക്കാനും അറിയാം, നമുക്ക് സാഹിത്യത്തിലേക്കായിരിക്കണം എത്തേണ്ടത്, നല്ല ഭാഷയിലേക്ക് മാറേണ്ടതായിരിക്കും നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ കൂടുതൽ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ ഇപ്പൊ എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊ എഴുതാൻ പറ്റുന്ന പോലെ ഇപ്പൊ എഴുതിയാൽ മാത്രമേ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും ഹെൽപ്പോ കറക്ഷൻസോ ഉള്ളത് ഇതുപോലെയുള്ള സപ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് എടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. എഗെയിൻ ഓതർ കോച്ചിങ് പോലത്തെ സർവീസസും ഉണ്ട്. പിന്നെ ബേസിക്സ് ആയിട്ട് ഇതിനകത്ത് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ ഒന്നും എഴുതി തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഒരു പുസ്തകവും അല്ലെങ്കിൽ ഒരു ഐഡിയയിലേക്കും എത്തിയിട്ടില്ലെങ്കിൽ ജേണൽ ചെയ്ത് തുടങ്ങാം. ഇന്നത്തെ ഡേറ്റ് ഇപ്പൊ August 15 ആണ്.
ഇന്നത്തെ ഡേറ്റിൽ നമ്മളെ പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള എഴുതുന്ന കുറേ മനുഷ്യന്മാരെ കണ്ടതിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടുപേരും എഴുതാം ജേണൽ ബുക്കിൽ. നാളെ നിങ്ങൾ ആദ്യമായി എന്തെങ്കിലും എഴുതാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തതിനെ കുറിച്ച് എഴുതാം. എന്തുകൊണ്ടായിരിക്കാം പണ്ടത്തെ പോലെ എനിക്ക് എഴുതാൻ പറ്റാത്തത്? സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഭയങ്കര അങ്ങനെ ജഡ്ജ്മെന്റിലൊന്നും അല്ലാതെ എന്തും വിളിച്ച് പറയും എഴുതൊക്കെ ചെയ്യുമായിരുന്നല്ലോ, ഇപ്പൊ എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അങ്ങനെ എഴുതാം. അങ്ങനെ ഓരോ ദിവസം ജേണൽ ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ ട്രാക്കിലാവും. അതാവും. അതായത് 2 വരിയെങ്കിൽ 2 വരി. ഇന്ന് ജേണൽ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്ന് എഴുതിയാൽ പോലും അതൊരു ജേണലാണ്. ജേണൽ ചെയ്ത് തുടങ്ങുക. അതിനകത്ത് ഈ പറയുന്ന പോലെ വേറെ ആരെയും കാണിക്കേണ്ട, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡയറി പോലെ കീപ്പ് ചെയ്താൽ മതി. പിന്നെ എഴുത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 100 പേജ് 60 പേജുള്ള ഒരു കണ്ടന്റ് ആണ് എഴുതാനുള്ളതെങ്കിൽ അതിന് പ്രോപ്പറായി പ്ലാൻ ചെയ്യുക. നമുക്കിപ്പോൾ ഒരു 2 ഹാഫായിട്ടോ 3 ഹാഫായിട്ടോ 4 ഹാഫായിട്ടോ എങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നത് നോക്കുക. നമുക്ക് കണ്ടിന്യൂറ്റി പ്രശ്നമല്ലാത്ത കേസുകളിൽ, മെമ്മോയറിനകത്തൊന്നും കണ്ടിന്യൂറ്റി വിഷയമല്ല. അതായത് ഓർമ്മക്കുറിപ്പുകളാണെങ്കിൽ ബാല്യത്തിലുള്ള ഒരു 2-3 മെമ്മറീസ്, ടീനേജിലുള്ള ഒരു 3-4 എണ്ണം, അങ്ങനത്തെ ആണെങ്കിൽ എവിടെയാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അവിടെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അത് ടൈം ലൈൻ അനുസരിച്ച് കറക്റ്റ് ചെയ്താൽ മതിയായിരിക്കും, പൊസിഷൻ ചെയ്താൽ മതിയായിരിക്കും. പിന്നെ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് 1 ലൈൻ ഫ്രെയിമിങ് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പൊതുവെ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ ആണ്, എന്നാലും ഇപ്പൊ മണിച്ചിത്രത്താഴ് സിനിമയുടെ 1 ലൈൻ പറയാനാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഗംഗ നകുലനോടൊപ്പം മാടമ്പള്ളിയിൽ വരുന്നു. അവിടുത്തെ ചുറ്റുപാടുകൾ ഗംഗയെ പഴയ ഗംഗയിലേക്ക് കൊണ്ടുപോകുന്നു. ഗംഗയുടെ ഒരു ചിത്തഭ്രമം അല്ലെങ്കിൽ ഗംഗയുടെ ആ പറയുന്ന അവസ്ഥ, ഞാൻ അതിന്റെ പേര് മറന്നുപോയി. അതിൽ നിന്ന് ഗംഗ മറ്റൊരാളായി മാറുന്നു, നാഗവല്ലിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ സണ്ണി വരുന്നു. അതിനുശേഷം നാടകീയമായിട്ടുള്ള കുറെ കാര്യങ്ങൾക്ക് ശേഷം അവസാനം നകുലനും ഗംഗയ്ക്കും ഗംഗയെ തിരിച്ചു കിട്ടുന്നു. ഞാൻ അതിന്റെ 1 ലൈനാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കഥയുടെ 1 ലൈൻ പറയാം. ഒരാളോട് നമുക്ക് കഥ പറയണമെങ്കിൽ എങ്ങനെ പറയാം? അങ്ങനെ 1 ലൈൻ എഴുതി വെക്കുക. ഒറ്റ പേജേ വരത്തുള്ളൂ. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ബുക്കിന്റെ ഒരു സൈഡിലൊക്കെ എഴുതാനുള്ള 1 ലൈൻ ഉണ്ടാവുള്ളൂ എല്ലാ കഥയ്ക്കും. അത്ര എഴുതുക. എന്നിട്ട് അതിലിട്ട് ഡെവലപ്പ് ചെയ്യുക. അതിൽ നിന്ന് ഇപ്പൊ നമ്മളൊരു 10 ചാപ്റ്റർ ഉദ്ദേശിക്കുന്നെങ്കിൽ ഓരോ ചാപ്റ്റർ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഓരോന്നിൽ എന്താ വരുന്നതെന്ന് വേണമെങ്കിൽ വെച്ച് ഡെവലപ്പ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് സമയത്തിന്റെ ഒരു ഇതുള്ളതുകൊണ്ടാട്ടോ. മനസ്സിലാക്കാൻ പറ്റാത്തത്രയും ഞാൻ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടൊന്നും പറയുന്നില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഒരു ടൈം ഫ്രെയിമിൽ എഴുതുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കിപ്പോൾ 6 മാസം കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങൾ 3 മാസം കൊണ്ട് എഴുതാൻ ട്രൈ ചെയ്യേണ്ട. ഇറ്റ്സ് ഓക്കെ, 6 മാസം കൊണ്ട് എഴുതിയാൽ മതി. പക്ഷെ 6 മാസം കൊണ്ട് എഴുതണം. അപ്പോൾ 6 മാസം കൊണ്ട് എങ്ങനെ എഴുതാം എന്ന് പ്ലാൻ ചെയ്യണം. അതിനിടയ്ക്ക് ചിലപ്പോൾ ഓണം വരും, എന്തെങ്കിലും വെക്കേഷൻ വരും, കുട്ടികളുടെ കാര്യം വരും, വീട്ടിലെ കാര്യം വരും. ഇതനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഈ മാസം എനിക്ക് ഇത്രേ പറ്റുള്ളൂ, അപ്പൊ അത്രയും അതിന്റെ ബെസ്റ്റ് കൊടുക്കുക. അടുത്ത മാസം കൂടുതൽ സമയമുണ്ട്, ഓക്കെ, അടുത്ത മാസം ഇത്ര എഴുതാം. അപ്പൊ പെർസെൻറ്റേജ് വൈസോ എങ്ങനെയെങ്കിലും അത് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഈ അക്കൗണ്ടബിലിറ്റിയും കൺസിസ്റ്റൻസിയും കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടാവുമ്പോൾ, നിങ്ങൾ എഴുതുന്നത് മോണിറ്റർ ചെയ്യാൻ ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്നതാണ്. ഓതർ കോച്ചിങ്ങിൽ അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അക്കൗണ്ടബിൾ ആയിരിക്കുക. നമ്മുടെ കൂടെ ഒരു 2-3 സെഷൻസ് അല്ലെങ്കിൽ 5-10 സെഷൻസിൽ ഇരിക്കുമ്പോൾ എവിടെ വരെ എത്തി, എന്താണ് പ്രോഗ്രസ്, എവിടെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത്, എവിടെയാണ് ബ്ലോക്ക് ആയത് എന്ന് ചെക്ക് ചെയ്യും. അതാണ് അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺസിസ്റ്റൻസിയിൽ വരുന്നത്. പിന്നെ അടുത്ത ലെവലിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ പ്ലോട്ട്, എന്താണ് നമ്മുടെ കഥയുടെ പ്ലോട്ട്, ക്രൈം ത്രില്ലർ കഥയാണോ, അതിന്റെ തീം എന്താണ്, നേരത്തെ ഞാൻ പറഞ്ഞ 1 ലൈൻ. പിന്നെ അതെങ്ങനെ നറേറ്റ് ചെയ്യും. നമ്മൾ ഈ നറേറ്റീവ് എന്ന് പറയുന്നതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എപ്പോഴും ഒരു കഥ നറേറ്റ് ചെയ്യുമ്പം, നോവലാണെങ്കിലും കഥയാണെങ്കിലും, ഫസ്റ്റ് പേഴ്സൺ ആണോ തേർഡ് പേഴ്സൺ ആണോ, അതായത് ഞാൻ എന്ന് പറഞ്ഞാണോ എഴുതുന്നത്. അതായത് നമ്മുടെ കഥയിൽ കഥാപാത്രങ്ങൾക്ക് പേരുണ്ട്, രാജു രാധ എന്നൊക്കെ ആണെങ്കിൽ അവൻ അവൾ എന്ന് പറഞ്ഞിട്ടാണോ എഴുതുന്നതെന്ന് ഉറപ്പാക്കുക. അതൊന്നും സ്ലിപ്പ് ആവരുത്. അത് ഈ നോവലിലൊക്കെ ഉള്ളൊരു റൂളാണ്. നോവലിന്റെ എഴുത്തിലൊക്കെ റൂളുകളുണ്ട്. ഒരുപാട് പഴയ എന്താ പറയാ നിരൂപണം ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അതൊക്കെയാണ് നോക്കുന്നത് ശരിക്കും. അത് വായനയിലും ബാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനെന്ന് എൻ്റെന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കി എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ലിപ്പ് വരും, ഈ അയാൾ തന്നെയാണോ ഈ ഞാനെന്ന്. അപ്പൊ അങ്ങനത്തെ കൺഫ്യൂഷൻ വായനക്കാർക്ക് കൊടുക്കരുത്. അപ്പം ഫസ്റ്റ് പേഴ്സൺ ആണോ അല്ല ഈ പറയുന്ന അയാൾ അവൻ എന്ന് എഴുതാനാണോ എന്ന് ഉറപ്പുവരുത്തുക. അതിൽ നിങ്ങളുടെ തന്നെ അനുഭവമാണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിൽ എഴുതുന്ന കുറച്ചും കൂടി നല്ലതായിരിക്കും, കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഫോർ എക്സാമ്പിൾ മെമ്മോയർ ഒക്കെ കുറച്ചും കൂടി നല്ലതാവാൻ സാധ്യത കൂടും. കഥകളല്ലാതെ മെമ്മോയർ ആയിട്ട് തന്നെ എഴുതിയാൽ, ഇപ്പൊ എൻ്റെ 10 വയസ്സിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ, എൻ്റെ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഫീൽ വരും, ഓക്കെ ഇങ്ങനെയാണ് സംഭവിച്ചത്, അപ്പൊ ഞാൻ ഇത് എഴുതണം, എനിക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായത് എഴുതണം എന്നുള്ള ബോധം വരും. അപ്പോൾ അവിടെയൊക്കെ ഫസ്റ്റ് പേഴ്സൺ ആണ് നല്ലത്, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. പിന്നെ ക്യാരക്ടർ ഡെവലപ്മെന്റ് വന്നിട്ട് കൺസൈൻസ്, അത് ഞാനൊരു ഷീറ്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ഏറ്റവും ഇളയ കുട്ടി എന്ന് പറഞ്ഞിട്ട്,
ഞാനത് 20 days ഒരു റൈറ്റിംഗ് ചാലഞ്ച് വെച്ചിട്ട് എഴുതിയതാണ്. ഇൻസ്റ്റാഗ്രാമിൽ പണ്ട് 20 ദിവസത്തെ റൈറ്റിംഗ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം day 1 day 2 എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. അങ്ങനെ എഴുതി തീർത്താണ്, 20 ദിവസം കൊണ്ട് എഴുതി തീർത്താണ് ഈ ബുക്ക്. ഇതിനൊരു 149 പേജ് ഉണ്ട്. ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയാനില്ല, എന്നാലും ഒരു ക്രൈം പ്ലോട്ടൊക്കെ വരുന്ന ഒരു 2 പുരുഷന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ വരുന്ന ടൈപ്പ് ഒരു കഥയാണ്. അത് എഴുതാൻ നേരത്ത് ഞാൻ യൂസ് ചെയ്ത ഒരു സംഗതി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കുറച്ച് റഫായിരിക്കും, സ്റ്റിൽ കാണിച്ചു തരാം. വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഈ മൊത്തം കഥയെ ഈ പുസ്തകത്തിന്റെ 4 പാർട്ടായിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. 4 പാർട്ടാണുള്ളത് ഈ പുസ്തകത്തിന്. ആദിത്രയം, രണ്ടാം ഭാവം എന്ന് പറഞ്ഞ 4 പാർട്ടാണ്. ആ 4 പാർട്ടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പം 200 പേജൊക്കെ ഉണ്ടാവണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞാനിത് 4 പാർട്ടാക്കി. ഈ 4 പാർട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആദ്യം എഴുതി വെച്ചു. ഇതൊക്കെ എഴുത്തിന് മുന്നേ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ വിട്ടുപോയതും ആഡ് ചെയ്യാനുള്ളതൊക്കെയാണ് ഈ താഴെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ 4 പാർട്ടിൽ ഇത്രയും ഒരു 60 പേജൊക്കെ കഴിയുമ്പോൾ ഇത്രയും കഴിയണം എന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ലാസ്റ്റ് 20 പേജേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് 60-60-60-20. വിസിബിൾ അല്ല കേട്ടോ ഇതോ ഈ ഷീറ്റാണോ? PPT വിസിബിൾ അല്ല, ക്ലിയർ ആവുന്നുണ്ടല്ലോ. ക്ലിയർ PPT വിസിബിൾ അല്ല, എനിക്കും കാണാൻ പറ്റുന്നില്ല. ആണോ? കാണാൻ പറ്റുന്നുണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ക്ലാരിറ്റി ഉണ്ട്. എനിക്കൊന്നു അവർക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവുന്നത്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് 4 പാർട്ടായിട്ട് ഈ കഥയുടെ 4 പാർട്ടിനെ പറയട്ടെ. ലെഫ്റ്റ് ചെയ്തിട്ട് റീജോയിൻ ചെയ്താ കിട്ടുന്നുണ്ട്. എനിക്ക് നേരത്തെ കട്ടായപ്പോ ഞാൻ അങ്ങനെ ചെയ്ത്. ഓക്കെ ഓക്കെ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഇപ്പം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഫ്രീഡത്തിലാണ്. ഞാനത് 20 ദിവസം കൊണ്ട് എഴുതിയത് കംപ്ലീറ്റ്ലി എന്റെ ഫ്രീഡത്തിലാണ്. പക്ഷെ എനിക്കൊരു മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു. എന്നിട്ട് ഇതിന്റെ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് സ്റ്റഡി ചെയ്തതെന്നാണ്. എനിക്ക് കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു 5-6 മെയിൻ ക്യാരക്ടേഴ്സ്, 7 മെയിൻ ക്യാരക്ടേഴ്സോളം ഈ കഥയിൽ ഉണ്ടായിരുന്നു. എല്ലാം എന്തൊക്കെയാണ് റിലവന്റ് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് തന്നെ ഒരു ഷീറ്റ് ഉണ്ടാക്കാം. ഇതൊക്കെയാണ് എന്റെ ക്യാരക്ടേഴ്സിന്റെ പേര്. റാണി, യദു, റോഷൻ, റിയാസ്, അനിയൻ, അന്തപ്പൻ, തുൽസു എന്നൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ടൊക്കെ കുറച്ച് സെക്കൻഡറി ക്യാരക്ടേഴ്സ് ആണ്. ഇതൊക്കെയാണ് എന്റെ പ്രൈമറി ക്യാരക്ടർ. അതില് പിന്നെ വന്നിട്ട് ഇവരുടെ റിലീജിയൻ കാസ്റ്റ് എന്താണ്, കാരണം കഥയ്ക്ക് അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരുടെ ജെൻഡറും സെക്ച്വാലിറ്റിയും, ഈ പറയുന്ന 2 പുരുഷന്മാർ തമ്മിലുള്ള പ്രണയം അതിനകത്തുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഒരു ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. സോ എന്താ പറയാ, പിന്നെ അവരുടെ ഏജ്, അവരുടെ ജോബ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫാമിലി എന്താണ്. അതിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട്, പിന്നെ സിംഗിൾ പേരന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പൊ അതൊക്കെ വേണം നമ്മുടെ കഥയ്ക്കൊക്കെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട്. അവരുടെ പ്രായം, അവരുടെ ജോലി രീതികൾ, അവരുടെ ഒരു സർക്കിൾ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്. ചിലർ വൈബ്രന്റ് ആയിരിക്കും, ചിലർ സൈലന്റ് ആയിരിക്കും. അങ്ങനെ അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, പിന്നെ അവരുടെ ട്രോമ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യമേ ഒന്ന് പഠിച്ചു വെക്കും. അപ്പോൾ നമുക്കറിയാൻ വേണ്ടിയിട്ട്, എഴുതുന്ന ആൾ എന്ന നിലയിൽ നമുക്കറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഇങ്ങനത്തെ ഒരു ഷീറ്റ് ഉണ്ടാക്കി വെച്ചാൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതാണ് ക്യാരക്ടേഴ്സിനെ സ്റ്റഡി ചെയ്യാനും പിന്നെ കഥ പാർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു രീതി. ഓക്കെ, ഇനി വന്നിട്ട് പെൻ ടു പബ്ലിഷ് ആണ്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എഴുത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണ്. ഞാൻ മുന്നേ പറഞ്ഞത് പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോയെന്ന് എനിക്കറിയാം. സ്റ്റിൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ എങ്ങനെ പഠിക്കും. നമുക്കൊരു 5 ക്യാരക്ടർ ഉണ്ട്. ഈ 5 ക്യാരക്ടറും ഒരേപോലെ ആവാൻ പാടില്ലല്ലോ. അതായത് എൻ്റെ ഇപ്പോൾ കഥയിൽ ഒരു പെൺകുട്ടി ഉണ്ട്, പിന്നെ അവളുടെ സുഹൃത്തായിട്ടുള്ള ഒരു ആൺകുട്ടിയുണ്ട്, ഇവരുടെ കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള വേറെ ഒരു ജിം ട്രെയിനർ ആയിട്ടുള്ള ആളുണ്ട്. നമ്മൾ ചില കഥകളിൽ, പുതിയ ചില പുസ്തകങ്ങളിൽ കോമൺ ആയിട്ട് കാണുന്നൊരു പ്രശ്നമാണ് ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുപോലെയാണ്. കുറച്ച് കഴിയുമ്പം ഡയലോഗ്സ് ഒക്കെ ആര് പറയുന്നതെന്ന് വായിക്കുന്നത് നമുക്ക് മനസ്സിലാകാതെയാവും. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. നമ്മുടെ ക്യാരക്ടർ ഈ സ്വഭാവത്തിലുള്ള ആളാണ്, അവരിങ്ങനെ പെരുമാറുന്ന ഒരാളാണെന്ന് വായനക്കാരനെ കൺവിൻസ് ചെയ്യണം. അതൊരു സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു ക്രൈം ഒക്കെ നടക്കുമ്പോൾ ഒരു ക്യാരക്ടർ അത് ചെയ്യില്ല എന്ന് വായനക്കാരന് തോന്നണം. അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ ഈ ക്യാരക്ടറിനെ ആദ്യം മുതലേ പറഞ്ഞു കൊടുക്കണം, ഇയാൾ ഇങ്ങനത്തെ ഒരാളാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ പെയിൻ എന്താണ്. നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ലേ, വലിയ വില്ലന്മാരെയൊക്കെ കാണിക്കുമ്പോൾ അവർക്കൊരു കഥ ഉണ്ടാവും.
ഇപ്പം മിന്നൽ മുരളിയിലെ ഷിബുവിനൊരു കഥയുണ്ട്. ഷിബു അങ്ങനെ ആയതിലൊരു കഥയുണ്ട്. അപ്പൊ ആ കഥ കൺവിൻസിങ് ആയതുകൊണ്ടാണ് ഷിബുവിന്റെ പാർട്ടിലും കൂടെ നമുക്കൊരു പെയിൻ അല്ലെങ്കിൽ ഒരു കണക്ട് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ക്യാരക്ടറിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും അവരുടെ റൂട്ട്സും അവർ വന്ന സ്ഥലം അവരുടെ ചൈൽഡ്ഹുഡും ഒക്കെ നമ്മൾ ഒന്ന് മാറ്റർ ചെയ്യുന്നത്. എഴുതിയില്ലെങ്കിലും ഇങ്ങനത്തെ ആളെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്, ഇങ്ങനത്തെ ഒരാളെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ അറിയണം, റൈറ്റർ അറിയണം. നമുക്കറിയാത്തത് നമ്മൾ കൺവേ ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇനി പബ്ലിഷിങ്ങിൽ വന്നിട്ട് ഒത്തിരി ആൾക്കാർക്കുള്ള ഡൗട്ടാണ് എങ്ങനെ പബ്ലിഷ് ചെയ്യണം, എവിടെ പോയി പബ്ലിഷ് ചെയ്യണം. അപ്പം നമുക്ക് എന്താ വേണ്ടതെന്ന് ആദ്യം നോക്കുക. ചില ആൾക്കാർ ഒരു സന്തോഷത്തിന് വേണ്ടി പബ്ലിഷ് ചെയ്യുന്നവരുണ്ടാവും. അതിനൊരു സീരിയസ് ആയിട്ടൊന്നും കുഴപ്പമില്ല, എനിക്കൊരു ബുക്ക് പബ്ലിഷ് ചെയ്താൽ മതി, എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യുന്നവരുണ്ടാവും. ചില ആൾക്കാർക്ക് അത് ഒത്തിരി പേര് വായിക്കപ്പെടണം എന്നുണ്ടാവും. പലതരം ആൾക്കാരാണ്. വായിക്കപ്പെടണം, ബെസ്റ്റ് സെല്ലർ ആവണം എന്നുണ്ടാവും, പിന്നെ ഒത്തിരി എഡിഷൻസ് ഒക്കെ വരണം, അങ്ങനെയൊക്കെയാണ് എല്ലാവരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ അതിൽ നമുക്ക് ചൂസ് ചെയ്യാം, നമ്മൾ സെൽഫ് പബ്ലിഷ് ചെയ്യണോ. സെൽഫ് പബ്ലിഷ് ചെയ്യണമെങ്കിലൊക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. സെൽഫ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ പണി നമ്മൾ ചെയ്യേണ്ടി വരും. അതായത് ബുക്ക് സെല്ല് ചെയ്യുക ഇൻ ദ സെൻസ് നമ്മളൊരു പുതിയ ഓഥർ എന്ന നിലയിൽ ആദ്യം നമ്മുടെ ബുക്ക് വാങ്ങുക നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാരായിരിക്കും, നമ്മുടെ ചുറ്റുവട്ടം, അതായത് ഫ്രണ്ട്സ്, മുന്നേ പഠിച്ച കോളേജ്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള സർക്കിൾ, ഓഫീസാണെങ്കിൽ ഓഫീസ്, ബന്ധുക്കൾ, റെസിഡൻസ് അസോസിയേഷൻ, പള്ളി, അല്ലെങ്കിൽ സ്കൂള്, അങ്ങനത്തെ സറൗണ്ടിങ്സ് ഉണ്ടാവില്ല, നമുക്കൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവില്ല, എന്തെങ്കിലും രീതിയിൽ നമ്മൾ സോഷ്യലി കണക്റ്റഡ് ആയിരിക്കുമല്ലോ. അങ്ങനത്തെ സ്പേസുകളാണ് ആദ്യം നമ്മുടെ ബുക്ക് വാങ്ങുക. അപ്പോൾ ആ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് അവിടെയാണ്. അതിപ്പോൾ നിങ്ങൾ എവിടെ പബ്ലിഷ് ചെയ്താലും ഫസ്റ്റ് സെയിലിന്റെ ഫോക്കസ് ഇവിടെയാണ് ഇരിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. നമുക്കപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ പുസ്തകത്തിന്റെ ക്വാളിറ്റിയും കൂടി അനുസരിച്ചിട്ടാണ്, വായനയിൽ അത് കൊടുക്കുന്ന സുഖം കൂടെ അനുസരിച്ചിട്ടാണ് കൂടുതൽ എത്ര പോകുന്നു എന്നുള്ളത്. സെൽഫ് പബ്ലിഷിംഗ് ആണെങ്കിൽ നമ്മളൊക്കെ സെൽഫ് പബ്ലിഷിംഗ് മോഡ്, കൺവെൻഷണൽ പബ്ലിഷിംഗ് മോഡ് എന്ന് 2 മോഡ് തന്നെയുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ പേഴ്സണലി ചോദിച്ചാൽ ഇട്ട് തരാം. അതിൽ വന്നിട്ട് സെൽഫ് പബ്ലിഷിംഗിൽ നിങ്ങൾ തന്നെ ബുക്ക് ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കണം, സെല് ചെയ്തെടുക്കേണ്ടി വരും. കൺവെൻഷണൽ പബ്ലിഷിംഗ് ചെയ്യും. നമ്മളാണെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്യും, മന്ത്ലി ഞങ്ങൾ റവന്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബുക്ക് ഒരു മാസം ഒരു 10 കോപ്പിയാണ് പോയതെങ്കിൽ പോലും 10 കോപ്പിയുടെ റവന്യൂ പ്രോഫിറ്റ്, അതിന്റെ ഷെയർ നിങ്ങൾക്ക് തരും. അങ്ങനെയാണ് നമ്മുടെ ഒരു വർക്കിംഗ് സ്ട്രാറ്റജി പോകുന്നത്. അപ്പോൾ യൂഷ്വലി ഈ കൺവെൻഷണലും സെൽഫ് പബ്ലിഷിംഗ് മോഡുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. കൂടുതലും കൺവെൻഷണലാണ് ഉള്ളത്. സെൽഫ് പബ്ലിഷിംഗ് ഒക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്, മലയാളം ചെയ്യുന്നത് കുറവാണ്. പക്ഷേ അതൊരു ആക്റ്റീവ് മോഡ് ഓഫ് പബ്ലിഷിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ എങ്ങനെ വരാം എന്നെപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു, ഇപ്പൊ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന എല്ലാവരും വിചാരിക്കുന്നതാണ് ഒരു ഏറ്റവും പ്രിയപ്പെട്ട എന്നോടോ അല്ലെങ്കിൽ ഒരു റാം കെയർ ഓഫ് ആനന്ദിയോ ആവും എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. റാം കെയർ ഓഫ് ആനന്ദിയും ഏറ്റവും പ്രിയപ്പെട്ട എന്നോടും വരുമ്പോഴുള്ള ബുക്കുകളുടെ മാർക്കറ്റ് അല്ല ഇപ്പോഴത്തെ മാർക്കറ്റ്. ഇപ്പൊ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വരുന്നുണ്ട്. സോ ദാറ്റ് നമുക്കൊരു മോർ ദാൻ ബെസ്റ്റ് സെല്ലിംഗ്, നമ്മൾ എന്തിനാ എഴുതുന്നത് എന്നുള്ളതിനകത്ത് എനിക്കൊരു കാര്യം എൻ്റെ സൊസൈറ്റിയോട് അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുകളോട് പറയാനുണ്ട്, ഞാനത് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയില്ല എന്നൊരു വലിയ കാര്യം ഉണ്ടാവുമല്ലോ. ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് എൻജോയ് ചെയ്ത് എഴുതുക. ബെസ്റ്റ് സെല്ലർ ആവുകയാണെങ്കിൽ അതാവും, അത് വായനക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആവും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ഉള്ളത്, നമ്മൾ എപ്പോൾ എങ്ങനെ എഴുതിയാലും ബെസ്റ്റ് സെല്ലറൊക്കെ ആയാലും ഇല്ലെങ്കിലും നമ്മളെ വായിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. വായനക്കാർ വലിയ ക്രൗഡാണ്. ചിലപ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലൊക്കെ പറയുന്ന പോലെ റീലുകളൊക്കെ ആയില്ലെങ്കിൽ പോലും വായനക്കാരുടെ ക്രൗഡ് ഭയങ്കര വലുതാണ്. അതിൽ ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് വരെ കാണും സ്കൂളിലൊക്കെ, അവർ വരെ പല കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും മുന്നോട്ട് പോകുമ്പോൾ. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിലാണ് പുസ്തകം കൂടുതൽ വായിക്കപ്പെടുകയും നിങ്ങളെ കൂടുതൽ ഒരു സമൂഹത്തിനോട് എന്തോ പറയാനുള്ള ഒരു മനുഷ്യനാണ് എന്നും കൂടി ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാം. എല്ലാ മനുഷ്യനും സൊസൈറ്റിയോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്. സ്റ്റിൽ നമ്മളത് എഴുതി വെക്കുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും. അത്രയാണ് പബ്ലിഷിങ്ങിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനിയുള്ളത്, നമ്മളിനി അങ്ങോട്ട് കുറച്ച് ക്രിയേറ്റീവ് റൈറ്റിംഗ് വർക്ക്ഷോപ്പ് സീരീസ് വയ്ക്കുന്നുണ്ട്. അതിൽ വന്നിട്ട് പെയ്ഡാണ്. ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തതാണ്. ഈ വർക്ക്ഷോപ്പ് ഫ്രീ ആണ്. ഇനി അങ്ങോട്ടുള്ളത് പെയ്ഡ് വർക്ക്ഷോപ്സ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിലുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഔട്ട്ലൈൻ അറിയാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ ഇവിടെ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആയിട്ട് ഇങ്ങനെ ഓരോരോ വർക്ക്ഷോപ്പ് ആയിട്ടാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും. ആദ്യത്തെ ബുക്കാണെങ്കിൽ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം, നോവലിനകത്ത് ഒരുപാട് റൂൾസ് വരും. നേരത്തെ പറഞ്ഞ പോലെ ഈ സെന്റൻസ് ഫ്രെയിമിങ്ങിലൊക്കെ റൂൾ ഉണ്ട്. അതായത് നമുക്ക് ഇംഗ്ലീഷിലൊക്കെ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ഗ്രാമറിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുമല്ലോ. മലയാളത്തിൽ പക്ഷേ ആൾക്കാർ സെന്റൻസിലെ ഗ്രാമർ മിസ്റ്റേക്ക് ബോദർ ചെയ്യാതൊക്കെ എഴുതും. അത് നമുക്ക് കറക്റ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു ആവശ്യമാണ്. കാരണം ടൂ മച്ച് മിസ്റ്റേക്സ് വായനയിലൊരു എന്താ പറയുക, ഒരു അഭംഗി ഉണ്ടാക്കും. വായനാ സുഖമാണ് എല്ലാത്തിലും പ്രധാനം. അപ്പോൾ
ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഇല്ലാതൊക്കെ എഴുതാൻ പറ്റണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നെറേറ്റീവ് ഇല്ലേ, ഫസ്റ്റ് പേഴ്സൺ ആണോ, അതൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റണം. ഒത്തിരി പുസ്തകങ്ങൾക്ക് ഇപ്പം സ്ലിപ്പ് ചെയ്യുന്ന പരിപാടിയുണ്ട്. എൻ്റെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവളാവും അല്ലെങ്കിൽ അവനാവും അങ്ങനെ. പിന്നെ ഷോർട്ട് സ്റ്റോറി ആണെങ്കിൽ അതെങ്ങനെയാണ് ഒരു തീമിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ പ്രമോദിന്റെ ഒരു പുസ്തകമുണ്ട്, ആണും പെണ്ണും എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുസ്തകങ്ങളാണ്, വായിക്കപ്പെടാൻ സാധ്യതയുള്ള കൂടുതൽ പോകുന്ന പുസ്തകങ്ങളാണ്. അപ്പൊ അതിനകത്തൊക്കെ ഒരു തീമുണ്ട്, ഒരു ലൈഫിന്റെയും മനുഷ്യന്മാരുടെ ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു തീമുണ്ട്. എല്ലാ കഥയ്ക്കും ഒരേ ഇന്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു കഥ ഭയങ്കര നല്ലതും അടുത്ത കഥ ഭയങ്കര സുഖമില്ല, അങ്ങനെയല്ല. ഈ അടുത്തിറങ്ങിയ പല പുസ്തകങ്ങളിലെയും പ്രശ്നം അതാണ്. 10 കഥയിൽ 2 നല്ലതായിരിക്കും. അപ്പോൾ ആ 2 നല്ല കഥ വായിക്കാൻ വേണ്ടി ഈ 8 കഥയും കൂടി വായനക്കാരനെ കൊണ്ട് വായിപ്പിക്കുന്നത് ഒരു ബാധ്യതയല്ലേ. അപ്പൊ അയാൾ നമ്മുടെ അടുത്ത പുസ്തകം ചൂസ് ചെയ്യത്തില്ല. സോ ദാറ്റ് ഈ 10 കഥയ്ക്ക് അതിങ്ങനെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ തോളോട് തോൾ നിൽക്കണം സ്റ്റാൻഡേർഡിന്റെ കാര്യത്തിൽ. മെമ്മോയർ എഴുതുമ്പോൾ, മെമ്മോയർ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പറ്റിയാൽ ഖാലിദ് ബക്കറിന്റെ ആവാരാഹു ഒന്ന് വായിച്ചു നോക്കും. അത്യാവശ്യം ഈ മെമ്മോയർ പുസ്തകങ്ങളിൽ കുറച്ച് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പുസ്തകമാണിത്. അപ്പൊ അതിനകത്തിൽ വന്നിട്ട് ഈ പറയുന്ന പോലെ പുള്ളിയുടെ പഴയ കാര്യങ്ങളൊക്കെയാ. പുള്ളിക്ക് ഇപ്പൊ 60 വയസ്സോളം ഉണ്ട്. അപ്പം ചെറുപ്പം മുതൽ ഇപ്പൊ വരെയുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്, അത് എഴുതിയിരിക്കുന്നതിന് ഒരു ഭംഗിയുണ്ട്. ഓർമ്മകളും കഥകളും എന്നാണ് അതിന്റെ ഒരു ഫ്രെയിം ചെയ്തിരിക്കുന്ന എന്താ പറയാ പുസ്തകത്തിന്റെ പേര്, ആവാരാഹു ഓർമ്മകളും കഥകളും. അപ്പോൾ മെമ്മോയർ ഈ നമ്മളെ നാട്ടിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളിൽ പല പുസ്തകങ്ങളുടെയും ക്വാളിറ്റി വളരെ കോംപ്രമൈസ്ഡ് ആണ്. ഇങ്ങനത്തെ ഒരു പുസ്തകം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെയും മെമ്മോയർ എഴുതാം. അപ്പോൾ മെമ്മോയർ ഒക്കെ എഴുതുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കുന്നത്, അസസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എഴുതുന്നതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അതൊക്കെ വളരെ ഡീപ്പായിട്ട് പറയേണ്ട ടോപ്പിക്കാണ് കേട്ടോ. ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ജാതി, മതം, ജെൻഡർ, ഇപ്പൊ നമ്മളൊക്കെ വുമനാണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം വേണമെങ്കിൽ പറയാം. ഒരു കഥയിൽ ഞാനൊരു കള്ളനെയും പോലീസിനെയും ചൂസ് ചെയ്തു, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെയും ചൂസ് ചെയ്തു. ഈ കള്ളനും പോലീസും പുരുഷനും പ്രോസ്റ്റിറ്റ്യൂട്ട് വിമനും ആണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾ വെറുതെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് സോഷ്യൽ കണ്ടീഷനിങ്. അല്ലെങ്കിൽ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങനെയാ കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കള്ളനും പോലീസും മോസ്റ്റ്ലി മെൻ ആയിരിക്കും. കള്ളൻ എന്ന് പറഞ്ഞാൽ പോലും അതൊരു വിമൻ ആണോ നമ്മൾ വിചാരിച്ചില്ല. പോലീസും വിമൻ ആണോ എന്ന് നമ്മൾ അത്ര ആലോചിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പ്രോസ്റ്റിറ്റ്യൂട്ട് വിമൻ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചു. അതൊരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആവാമല്ലോ. സോ ഈക്വൽ ആയിട്ട് ചിന്തിക്കാനും ഈക്വൽ ആയിട്ട് പ്രസന്റ് ചെയ്യാനും പറ്റണം. അങ്ങനെയാണെങ്കിൽ ഭയങ്കര സാധ്യതയുള്ള കഥകളൊക്കെ വരും. അതായത് നമുക്ക് കള്ളനെ വേണമെങ്കിൽ വിമനാക്കാം, പോലീസിനെയും വിമനാക്കാം, പ്രോസ്റ്റിറ്റ്യൂട്ടിനെ മെയിലാക്കാം, തെറ്റൊന്നുമില്ല, അങ്ങനെ എഴുതാം. അപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഈ ബയാസും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി സാധ്യതകൾ കിട്ടും എഴുതാൻ വേണ്ടിയിട്ട്. അതൊരു ഡീപ്പ് ടോപ്പിക്കാണ് കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പവർഫുൾ ആയിട്ട് എഴുതുമ്പോഴാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക. അതെങ്ങനെയാണ് പവർഫുൾ ആയിട്ട് എഴുതുന്നതാണ് നേരത്തെ പറഞ്ഞ് ഗ്രാമർ ഒഴിവാക്കി സെന്റൻസിന്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ നോക്കുന്നത് കണ്ട് ഞാൻ സന്തോഷിച്ചു എന്ന് പറഞ്ഞ സെന്റൻസ് തെറ്റാണ്. അപ്പൊ അതിനകത്ത് ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ട്. അത് കറക്റ്റ് ചെയ്ത് എഴുതണം. അങ്ങനത്തെ ഇപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അതാണ്. അത് 2 ഞാൻ വന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഭംഗിയുള്ള രീതിയിൽ എഴുതാം. പിന്നെ സമയത്ത് എഴുതിത്തീർക്കുക, ഫിനിഷ് യുവർ ബുക്ക് ഓൺ ടൈം. സമയത്ത് എഴുതിത്തീർക്കുന്നത് ഒരു വലിയ കാര്യമാണ്. എന്നാലേ നമുക്ക് ഇതിനെ ബുക്കാക്കി ഇറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാം കയ്യിലുണ്ടാവുമല്ലോ ഒരു ഡയറി, പബ്ലിഷ് ചെയ്തിട്ടില്ലാത്തൊരു ഡയറി, അത് അങ്ങനെ ഇരിക്കും. പിന്നെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത്, നേരത്തെ ഞാൻ കാണിച്ചൊരു ടേബിളൊക്കെ ഇല്ലേ, ഷീറ്റൊക്കെ ഇല്ലേ, അത് നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ എണ്ണവും കഥയുടെ ആഴവും കൂടുന്നതനുസരിച്ചിട്ട് അതിന്റെ ഒരു അടുത്ത 2-3 ജനറേഷന്റെ കഥയൊക്കെ ഉണ്ടെങ്കിൽ ഷീറ്റ് കുറച്ചുകൂടി വലുതാവും, കുറെ കൂടി റോസ് ആൻഡ് കോളംസ് ഒക്കെ അതിനകത്ത് ആഡ് ആവും. അപ്പോൾ അത് കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഏരിയയാണ്. ഇതൊക്കെയാണ് നമ്മുടെ വർക്ക്ഷോപ്പിന്റെ ഒരു തീം. പിന്നെ ഇതാണ്, നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഓൾറെഡി അറിയായിരിക്കും, നമ്മൾ അതിലാണല്ലോ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് വെബ്സൈറ്റിന്റെ അഡ്രസ്സാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെയാണ്, ഈ ദിവ്യ വേലായുധൻ അടിച്ചാൽ കിട്ടും. യൂട്യൂബിൽ ദിവ്യ വേലായുധൻ ബുക്ക് ടോക്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൽ നമ്മൾ ബുക്ക് റിവ്യൂവും, ആദ്യം ബുക്ക് റിവ്യൂ ഒക്കെ ആയിരുന്നു ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയാ, ഇതുപോലെ എഴുത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ട് ചെയ്തിടുന്നത് ഫ്രീ ആവുന്ന അനുസരിച്ച് ചെയ്തിടുന്നുണ്ട്. അതിനകത്ത് ഫ്രീ കണ്ടന്റ് ആണ് കിടക്കുന്നത്. അപ്പം അതൊക്കെയാണ് നമ്മുടെ ചെക്ക് ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്രയാണ്. ഞാൻ ഏകദേശം ടൈമിനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഒരു സ്റ്റോറിയോ നോവലോ എന്തോ ആണെങ്കിൽ അതിന്റെ ഒരു പേര് കൊടുക്കുന്നതിന്റെ അതെങ്ങനെയായിരിക്കണം?
ഓക്കെ. പേര് ആക്ച്വലി പേര് വളരെ ചെറുതായിരിക്കണം, ക്യാച്ചിങ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നീനയുടെ ഒരു ബുക്ക് കണ്ടു, കറുപ്പിനും വെളുപ്പിനും ഇടയിൽ നിന്ന്. വായിക്കാൻ വലിയ കുഴപ്പമില്ലാത്ത പുസ്തകമാണ്. പക്ഷെ എനിക്കപ്പോൾ വായിച്ചപ്പോൾ തോന്നി കറുപ്പിനും വെളുപ്പിനും ഇടയിലും നല്ലാതെ ഒരു ചെറിയ പേരായിരുന്നെങ്കിൽ. അപ്പം ഒത്തിരി വലുതാവാതെ എന്നാൽ കുറച്ച് വലുതാവുകയാണെങ്കിൽ എങ്ങനെ വലുതാവണം? കഴിഞ്ഞ ദിവസം വേറൊരു പുസ്തകം കണ്ടാണ്, ആ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് ഫോട്ടോ കണ്ടതാണ്. എൻ്റെ അമ്മ ഒളിച്ചോടിയ അന്നെന്നോ ഒളിച്ചോടിയ ദിവസം എന്നോ. അപ്പൊ നമുക്കത് കാണുമ്പോൾ അത് എടുക്കാൻ അതിനകത്ത് പെയിൻ ഉണ്ടാവും, നമ്മൾ ഊഹിക്കും അല്ലേ. എൻ്റെ അമ്മ ഒളിച്ചോടിയ ദിവസം ഒരു കുട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വേദന ഉണ്ടാവും. അപ്പൊ പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ തന്നെ പുസ്തകത്തില് ഈ പുസ്തകം ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തതിന്റെ കവറും ഇതിന്റെ പേരും ക്യാച്ചിങ് ആയതുകൊണ്ട് കൂടിയാണ്. മറന്നു വെച്ച ഹൃദയം എന്നാണ് എഴുതിയത്. അപ്പോൾ ഇത് എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ ഇതിന് പേരിട്ടത് ഡിസംബർ 25 എന്നായിരുന്നു. എൻ്റെ വേർഡ് ഫയലിന്റെ പേര് ഡിസംബർ 25 എന്നായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, പെട്ടെന്ന് നമുക്ക് കടയിലൊക്കെ പോയിട്ട് ഒരാൾ ചോദിക്കുമ്പോഴേ ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു പേരായിരിക്കണം. ഇപ്പോൾ ഒരുപാട് ബുക്കുകളുണ്ടല്ലോ, ഖദീജ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ്. പത്മരാജന്റെ ഒരു ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്, രതിനിർവേദം. ആ ഒരു പേരിനകത്ത് എന്തോ ഒരു സാധനമുണ്ട്. പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മുടെ ബുക്കിന്റെ കോർ ഐഡിയയുമായിട്ട് കണക്ട് ആയിരിക്കണം, പക്ഷെ പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പേരിനുള്ളിലൂടെ നമ്മൾ എന്തെങ്കിലും അവരോട് പറയണം. അതാണ് പേര് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങളുടെ കോർ തീമുമായിട്ട് കണക്ട് ആവണം, പക്ഷെ ലോങ് ഓർ ഷോർട്ട് അതിനകത്തുനിന്ന് എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റണം. ഒരു ഷോർട്ട് സ്റ്റോറി എഴുതുമ്പം എന്തൊക്കെ കാര്യങ്ങൾ വേണം ശ്രദ്ധിക്കാൻ? ഷോർട്ട് സ്റ്റോറി ഇപ്പൊ എന്താ പറയാ, ഒറ്റ ഒരു കഥയായിട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഴുതാം. അതിന്റെ കൂടെ ഇപ്പൊ കുറെ കഥകളായിട്ട് ഒരു ബുക്ക് ആവുമ്പോഴാണ് അതിന്റെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് കമ്പയർ ചെയ്യേണ്ടി വരിക. ഒറ്റ കഥയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നെറേറ്റീവിന്റെ കാര്യം ശ്രദ്ധിക്കുക. അതായത് ഞാൻ എന്നാണ്, ഇപ്പൊ ഞാൻ ഒരു കഥ എഴുതാണ്. ഇപ്പൊ എന്താ പറയാ, ഞാനിപ്പോ രാമയും മുയലും കൂടി ഓട്ടപ്പന്തയത്തിന് പോയ കഥ, അതാണ് നമ്മുടെ കഥയെന്നിരിക്കട്ടെ. അപ്പൊ നമ്മള് കഥ എഴുതി തുടങ്ങുമ്പോൾ തീരുമാനിക്കണം, ഞാൻ ആമയാണോ, ഞാൻ മുയലാണോ, അതോ ഞാൻ ഇത് കാണുകയാണോ, ആമയും മുയലും എന്നും പറഞ്ഞാണോ ഞാൻ എഴുതുന്നത്. അപ്പൊ ഞാൻ ചൂസ് ചെയ്തു, ഓക്കെ ഞാൻ തേർഡ് പേഴ്സൺ ആണ്, ആമയും മുയലും എന്ന് പറഞ്ഞ് എഴുതാം, ഞാൻ അതിൽ സ്റ്റിക്ക് ചെയ്യാം. അപ്പൊ ആമയും മുയലും കൂടെ ഓട്ടപ്പന്തയം വെച്ചു. എന്നിട്ട് അവസാനം നമ്മുടെ കഥ എങ്ങനെയാ, മുയൽ ഉറങ്ങിപ്പോയി, മടിയനായിരുന്നു, ആമ ജയിച്ചു. ഇതാണ് നമ്മുടെ കഥ. അപ്പോൾ പണ്ട് മുതലേ ഈ കഥ എങ്ങനെയാണ്, മടിയന്മാര് തോറ്റുപോകുന്നുള്ളതാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ കഥ മാറ്റി എഴുതാം. നമ്മുടെ കൺട്രോൾ, അതായത് മറ്റേ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാം. ഒരു കഥ എഴുതുമ്പോൾ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. വേണമെങ്കിൽ നമുക്ക് ആമ ജയിക്കാം, ആമ എങ്ങനെ ജയിക്കും, ആമയല്ല മുയൽ ജയിക്കാം, അങ്ങനെയൊക്കെ ആക്കാം. അതായത് ഞാനത് എങ്ങനെയെങ്കിലും പറയാൻ ആലോചിക്കട്ടെ, ഒന്ന് ആലോചിച്ചട്ടെ. വായിച്ച് വരുന്ന ഒരു റൂട്ടിൽ നിന്ന് മാറി സഞ്ചരിക്കണം, അതല്ലേ? വേണമെങ്കിൽ അത് നല്ലതാണ്. അതായത് ഇപ്പൊ മറ്റേ AI ഒക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, AI വന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെയൊക്കെ അതിനകത്തൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം വരുന്നുണ്ട്. അങ്ങനെ വേണം നമുക്ക്. അതായത് ഇപ്പൊ എന്തുകൊണ്ട് ഒരു മടിയനായിട്ടുള്ള ആൾ എപ്പോഴും തോക്കും എന്ന് പറയണം? മടിയനായിട്ടുള്ള ആളുടെ ഒരു രണ്ടാമത്തെ അവസരം എന്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല? അല്ലെങ്കിൽ പിന്നെന്താണ്, സ്ലോ ആയിട്ട് പോകുന്ന ഒരാൾക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ട് എന്നൊരു കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ചോദിക്കാം, ഒരു ആമ എന്തിനാണ് മുയലിനോട് മത്സരിക്കുന്നത്? ആമയുടെ സ്പീഡ് ഇത്രയേ ഉള്ളൂ അല്ലേ. ഇനിയിപ്പോ ആമയ്ക്ക് വീല് വെച്ച് കൊടുത്താൽ മാത്രമേ ആമയ്ക്ക് മുയലിന്റെ ഇവിടെ എത്താൻ പറ്റുള്ളൂ. ആമ ആ സ്പീഡിൽ പോകുന്നൊരു ജീവിയാണ്. അത്രയും പാവം പിടിച്ച ആമ എന്തിനാണ് ഈ മുയലിനെ പോലെ ഇത്രയും സ്പീഡിൽ ഓടുന്ന ഒരാളുടെ കൂടെ മത്സരിക്കാൻ വിടുന്നത് അല്ലേ? ഇപ്പൊ നമ്മളിൽ ആരെങ്കിലും ഉസൈൻ ബോൾട്ടിന്റെ കൂടെ ഓടാൻ പോയാൽ നമ്മൾ സെക്കൻഡേ എത്തുള്ളൂ. ഉസൈൻ ബോൾട്ടിന്റെ സ്പീഡ് നമ്മൾ എത്തില്ല, കാരണം ഉസൈൻ ബോൾട്ട് ട്രെയിൻഡ് ആണ്, അയാൾ അത്രയും സ്പീഡുള്ള മനുഷ്യനാണ്. അപ്പം നമ്മൾ എപ്പോഴും പറയത്തില്ലേ, ഒരേപോലെയുള്ള ആളുകൾ തമ്മിലായിരിക്കണം മത്സരിക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു ഐഡിയയെ നമ്മൾ ഈ ആമയും മുയലിന്റെ കഥയിൽ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ കഥയിൽ ഒരേപോലത്തെ ആൾക്കാർ വേണം കോമ്പീറ്റ് ചെയ്യാൻ. കമ്പയർ ചെയ്യുമ്പോൾ ഒരേപോലത്തെ ഗ്രൗണ്ടിൽ വേണം കമ്പയർ. ഇങ്ങനത്തെ ഐഡിയ കൊണ്ടുവരണം. അപ്പൊ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ ആമ മറ്റൊരു ആമയുടെ കൂടെ മത്സരിക്കട്ടെ, മുയൽ വേണമെങ്കിൽ വേറൊരു മുയലിന്റെ കൂടെ മത്സരിക്കട്ടെ, അതല്ലേ അതിന് മര്യാദ. അങ്ങനെ പറയുമ്പോൾ കഥയ്ക്കൊരു ഭംഗി വരും. അങ്ങനെയാണ് കഥയിൽ ചിന്തിപ്പിക്കാൻ പറ്റണം, ചോദ്യങ്ങൾ ചോദിക്കണം. വായിക്കുന്ന ആൾക്ക് തോന്നണം കൊള്ളാലോ, ശരിയാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ പറയണ ഇമോഷൻ അവർക്ക് കണക്ട് ആവണം. ഇങ്ങനത്തെ ഈ വിഷമം നമുക്കും ഉണ്ട്. ചില ആൾക്കാർ അനുഭവം പറയുമ്പോൾ നമുക്ക് തോന്നത്തില്ലേ, നമുക്ക് വിഷമമുണ്ട്, അങ്ങനെ തോന്നിപ്പിക്കണം. ഏതർ ആ ഇമോഷൻ നന്നായി എന്താ പറയാ കണക്ട് ചെയ്തെടുക്കാൻ പറ്റണം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഇമോഷൻ, പ്രണയമോ വിരഹമോ, ഒരു മനുഷ്യൻ മരിച്ചതോ, ഒരാളെ വിട്ടുപോകുന്നതോ, ഒരു കുട്ടിയെ നഷ്ടപ്പെടുന്നതോ എന്തു ആവാം, ആ ഇമോഷൻ കണക്ട് ആവണം. അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനം കൊടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയാ, പ്രോസ്റ്റിറ്റ്യൂട്ട്,
മെയിൽ ആവാം എന്ന് പറഞ്ഞില്ലേ, ആ സാധനം തന്നെ. ഈ ഒരു ബുക്കില് എത്ര ഷോർട്ട് സ്റ്റോറി നമുക്ക് ഉൾപ്പെടുത്താം? അത് നിങ്ങൾ എഴുതുന്ന കഥയുടെ നമ്പർ ഓഫ് പേജസ് അനുസരിച്ചും കൂടി ഇരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ഒരു കഥ പുസ്തകമാണ് എൻ്റെ പ്രിയപ്പെട്ട കഥകൾ. 3 കഥയുള്ളൂ ഇതിനകത്ത്. ഇതിനാകെ കൂടി ഒരു പേജിൻ്റെ 70 പേജേ ഉള്ളൂ. 70 പേജുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് തിക്നെസ് വന്നിട്ട് വേണമെങ്കിൽ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇതൊരു 300 പേജുള്ള പുസ്തകമാണ്. 70 പേജുള്ള പുസ്തകം എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് 3 കഥയുണ്ട്. വിച്ച് മീൻസ് പുള്ളിയുടെ ഒരു കഥ 70/3 അത്രയുണ്ട്. അപ്പം നിങ്ങൾ എഴുതുന്നത് എത്ര പേജ് ഉണ്ടെന്ന് നോക്കുക. ഒരു 60 പേജെങ്കിലും അല്ലെങ്കിൽ ഒരു 100 പേജെങ്കിലും ഉള്ള ബുക്കാണ് എയിം ചെയ്യുന്നതെങ്കിൽ ഒരു 8 to 10 കഥകൾ അല്ലെങ്കിൽ ഒരു 10-നകത്ത് നിർത്തുന്നതാണ് നല്ലത്. അതിന് മേലെ കഴിഞ്ഞാൽ ഒരു ഒത്തിരി കോംപ്ലക്സ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. 10-നകത്ത് നമ്പർ ചെയ്യുന്ന പോലെ, എന്നാൽ ഈ പേജ് നമ്പർ മീറ്റ് ചെയ്യുന്ന പോലെ ചെയ്താൽ നല്ലതായിരിക്കും. ബുക്കായിട്ട് എടുക്കുമ്പോഴേ ഒരു സുഖം ഉണ്ടാവും പിടിക്കാനൊക്കെ. ഹലോ, ഞാൻ ചോദിച്ചോട്ടെ? ഈ നേരത്തെ പറഞ്ഞില്ലേ റൈറ്റേഴ്സ് ബ്ലോക്ക്, ഞാൻ നേരിടുന്ന ഒരു പ്രശ്നമാണ് എഴുതിക്കൊണ്ടിരിക്കും പെട്ടെന്ന് കഥയില്ലാതെ ആയി പോകുന്നത്. അപ്പൊ അതിനെങ്ങനെയാ മറികടക്കാൻ പറ്റുക? അശ്വതി അല്ലേ? അശ്വതി എന്താ എഴുതുന്നത്? നോവലാണോ കഥയാണോ എന്താ എഴുതുന്നത്? എനിക്ക് എന്നെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് എഴുതാൻ ഇഷ്ടം. ഓക്കെ, മെമ്മോയറൊക്കെ എഴുതുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ചിലപ്പോൾ ചെറുപ്പത്തിൽ തൊട്ടുള്ള കാര്യമായിരിക്കില്ലേ എഴുതുന്നേ. അപ്പോൾ ആദ്യം തൊട്ട് ബാല്യം, കൗമാരം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, സുഹൃത്തുക്കള്. ജീവിതത്തിലുണ്ടായ കാര്യങ്ങള്, പ്രണയം, വിരഹം, അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതിനെ കുറിച്ച് എഴുതാനാണ്. പക്ഷെ പെട്ടെന്ന് ഒന്ന് എഴുതി തീർന്നു, പിന്നെ എനിക്ക് മുന്നോട്ടേക്ക് പോവാൻ പറ്റുന്നില്ല. അവിടെ സ്റ്റക്കായി ആ ലൂപ്പിൽ പെട്ടിരിക്കുന്ന പോലെ തന്നെ അവസ്ഥയാണ് ഉണ്ടാവുക. ഇതിന് വല്ല ഓർഡർ ഉണ്ടോ? അതായത് ചെറുപ്പത്തിൽ നിന്ന് ഇങ്ങോട്ട് ടൈം ലൈൻ അനുസരിച്ച് വല്ലതാണോ എഴുതുന്നത്, അതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എഴുതുന്നതിൽ? ഇല്ല, അങ്ങനെ ഒന്നും. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് എഴുതി അവിടെ വെച്ചു. പിന്നെ എന്താ ഞാൻ എഴുതേണ്ടതെന്ന് ആലോചിക്കുന്നു. അത് തന്നെ എന്താ പറയാ, ഒരു പ്രണയനഷ്ടം അത് എഴുതി വെച്ചു. പിന്നീട് ഇനി ഞാൻ എന്തിനെ കുറിച്ചാ എഴുതുക? ആ വ്യക്തി എന്നെ തുടരണോ, അല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ കണ്ടെത്തണോ? അങ്ങനെ ഞാൻ അവിടെ സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയിലില്ല. ഓക്കെ, ഇനി ചെയ്യാവുന്ന ഒരു കാര്യം, നമുക്കൊരു 10 കാര്യം വേണേൽ നമ്പർ ചെയ്ത് എഴുതാം. ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഒരു 20 വയസ്സിനുള്ളിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ മോശമായിട്ട് പെരുമാറിയിട്ട് നമുക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ പോയതും, എന്നാൽ ഇന്ന് എഴുതണം എന്ന് തോന്നുന്നതുമായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത്. പിന്നെ ചെറുതിലെ നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു നല്ല ഫ്രണ്ട്ഷിപ്പോ, ഇപ്പോൾ ഇല്ലാത്തതോ, മീറ്റ് ചെയ്യാൻ പറ്റാതെ പോയൊരു ഫ്രണ്ടോ, അല്ലെങ്കിൽ ആ സൗഹൃദത്തിന്റെ ഓർമ്മയിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും ആൾക്കാർക്ക് ഉണ്ടാവില്ലേ. നമുക്ക് നമ്മുടെ കൂടെ പഠിച്ച ഒരു സുഹൃത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവില്ലേ. ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം ഓർക്കുമ്പോൾ നമ്മൾ മാത്രം എന്താ പറയുക, ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്ത മെമ്മറീസ് ഉള്ള ഒരു കാര്യം അങ്ങനെ ലിസ്റ്റ് ചെയ്യുക. 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എഴുതിയ പ്രണയനഷ്ടം അതിനകത്ത് ഒന്ന് മാത്രമാണ്. അങ്ങനെ ഒരു 5-6 എണ്ണം, ഒരു 10 എണ്ണം ലിസ്റ്റ് ചെയ്തതിനകത്തിൽ ഓരോന്നിലും എന്ത് എഴുതാൻ പറ്റും. ഇപ്പോൾ ചില ആൾക്കാർ പാരൻസ് ആയിരിക്കും, അവർക്ക് അവരുടെ പ്രസവ കാലം തന്നെ ഒരു വലിയ കാര്യമായിരിക്കും. അത് എഴുതാൻ വേണമെങ്കിൽ ഞാൻ പൊതുവെ മെമ്മോയർ പുസ്തകങ്ങളിലൊന്നും അത് ആൾക്കാർ എഴുതി കണ്ടിട്ടില്ല, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അതൊക്കെ എഴുതാൻ ഒരു കറേജ് ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതാം. അപ്പോൾ അത് എഴുതാം. പ്രഗ്നൻസി പീരീഡ് എഴുതാം. പിന്നെന്താ എഴുതാം, ആദ്യമായിട്ട് പീരീഡ്സ് ആയതിനെ കുറിച്ച് വേണമെങ്കിൽ എഴുതാം. പിന്നെന്താണ്, ആദ്യമായിട്ടൊരു വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാം. അപ്പൊ നമ്മൾ ഇമോഷണലി അതിനോട് എങ്ങനെയാ കണക്റ്റഡ്. ഞാൻ വെറുതെ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ കിട്ടും. ഇത് തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് ആലോചിക്കുമ്പോഴാണ് കൂടുതലായിട്ടൊരു ആഗ്രഹം, ഇമോഷണലി ഭയങ്കര എനിക്ക് അതിനെ കുറിച്ച് എഴുതണം എന്ന് തോന്നുന്നെന്ന് വെച്ചാൽ അത് ലിസ്റ്റ് ചെയ്യുക. അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് പ്രയോറിറ്റൈസ് ചെയ്യുക. ഇപ്പം പ്രണയനഷ്ടം ആദ്യം എഴുതിയെന്ന് പറഞ്ഞില്ലേ, അതാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് എഴുതാൻ പറ്റും എന്ന് ആലോചിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം ഈ കവിതാ പുസ്തകമാണ് എഴുതിയത്, ഹൃദയം പൊട്ടിപ്പോയ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ട് കവിതയാണ്. ഇതിന്റെ കഥ തന്നെ ഇതെന്റെ ലൈഫിൽ നടന്ന കാര്യം തന്നെയാണ്. ഇത് തന്നെ ഡെവലപ്പ് ചെയ്ത് നോവലായിട്ട് എഴുതിയതാണ് ഇത്. ഇത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു 25 വയസ്സ് മുതൽ ഒരു 31 വയസ്സ് വരെയുള്ള ലൈഫാണിത്. ഇത് കഴിഞ്ഞിട്ട് അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു. ഞാൻ എൻ്റെ ഒരു ടീനേജ് കാലം എഴുതാൻ തീരുമാനിച്ചു. അപ്പൊ അതിനുശേഷം എഴുതുന്നതാണ് ഇത്. അപ്പൊ നമുക്കത് ക്ലിയറായി വരും. അതുപോലെ ലൈൻ എന്താ വെച്ചാൽ നമ്പർ ചെയ്തിട്ട് ഓരോന്നായിട്ട് നേരത്തെ പറഞ്ഞില്ലേ 1 ലൈൻ എഴുതുകയാണ്, അങ്ങനെ എഴുതി നോക്കുക. അപ്പൊ നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതും വിഷമിപ്പിക്കുന്നതും മറക്കാനാവാത്തതും ആയിട്ടുള്ള പല കാര്യങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.
പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ചേച്ചി അതില്ലേ ഹലോ മാം, കേക്കാവോ? ആരാ ഇപ്പൊ പറയുന്നത്? ഗൗരിയാണോ സെബയാണോ? അല്ല അതുണ്ടല്ലോ ഓക്കെ, ഗൗരി പറയൂ. ഗൗരി പറഞ്ഞിട്ട് സെബ പറയൂ. ഗൗരിയാണെന്ന് തോന്നുന്നു ആദ്യം അൺമ്യൂട്ട് ചെയ്ത്. ഓക്കെ. നമ്മളിപ്പോ എഴുതണത് ഇപ്പൊ ഞാൻ എഴുതി തുടങ്ങി, ഐ മീൻ എഴുതുമെങ്കിൽ പോലും അത് എഴുതണത് ശരിയാണോ, അല്ലെങ്കിൽ ആ എഴുത്ത് വായിക്കാൻ ഇപ്പൊ ഞാൻ കൊടുക്കുന്നത്, ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ പണ്ടാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ കൂട്ടുകാർക്ക് കൊടുക്കണേ അവർ നല്ലതെന്നാണ് പറയും പോലും നമുക്ക് എന്തുകൊണ്ടോ അത് നല്ലതാണോ എന്നൊരു പേടി, അല്ലെങ്കിൽ ബാക്കിയുള്ള എഴുത്തുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ നല്ലതായിരിക്കുമോ എന്നൊരു പേടിയും ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പോൾ ആരെങ്കിലും മോശമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. അല്ല, നമ്മളത് ചെയ്യാതിരിക്കാൻ തീരുമാനിക്കുക അല്ലേ? അതായത് ഇപ്പം ഗൗരിയോട് ഞാൻ പറയുകയാണ്, ഗൗരി എഴുതുന്ന ഭയങ്കര മോശമാണ്, നാളെ തൊട്ട് ഗൗരി എഴുതണ്ട എന്ന് പറഞ്ഞാൽ ഗൗരി നാളെ തൊട്ട് എഴുതാതിരിക്കാൻ തീരുമാനിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ അല്ലേ? ഞാൻ കുറച്ച് എക്സ്ട്രീം ആയിട്ട് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ പറയാൻ എനിക്ക് എന്താ അധികാരം? ഗൗരി എഴുതുന്നത് നല്ലതാണോ ഇത് തീരുമാനിക്കാൻ ഞാൻ ആരാണ്? അല്ലെ, ഞാൻ ഗൗരി എഴുതുന്ന വായിച്ചിട്ടില്ല, വായിച്ചിട്ടും അത് മോശമാണെന്ന് പറയാൻ ഞാൻ ആരാണ്? കാരണം ഗൗരി എഴുതുന്നത് ഗൗരിക്ക് മാത്രം എഴുതാൻ പറ്റുന്ന, ഗൗരിയുടെ മാത്രം പ്രായത്തിലും അവസ്ഥകളിൽ നിന്നുകൊണ്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കഥ എഴുതാൻ നേരത്തെ എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്നാണ് കന്യാവ് എന്നൊരു വാക്ക്. ഞാൻ ആ ഒരു വാക്ക് ആദ്യമായിട്ട് കേൾക്കുക. അപ്പൊ അങ്ങനെ ഒരു ഐഡിയയിൽ നിന്ന് ഞാൻ ഒരു കഥ എഴുതി. അതുപോലെ ഞാൻ പറയാണ്, ഗൗരിക്ക് ചിലപ്പോൾ വേറെ ആർക്കും അറിയാത്ത ഗൗരി ജീവിച്ച ജീവിതത്തിൽ നിന്ന് എടുത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണും. അതൊക്കെ വലിയ വലിയ അറിവുകളും ആശയങ്ങളും ആയിരിക്കും. അപ്പൊ അത് എഴുതുമ്പോൾ ആദ്യം ഈ പറഞ്ഞ മാതിരി ഇതുവരെ വായിച്ചിട്ട് പോരാ എന്ന് പറഞ്ഞ ഒരാളെ കാണിക്കണ്ട. അത് സമയമെടുക്കാം. നമുക്ക് കുറച്ച് കൂടുതൽ എഴുതിയിട്ട് വേണേൽ അവരെ ഒന്നിച്ച് കളിക്കാം. ഓരോ ദിവസം അവരെ കാണിക്കുമ്പോൾ പോരാ എന്നും നീ എഴുതണമെന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം തൽക്കാലം ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എഴുതാം. എഴുതിയിട്ട് എഴുതി കഴിഞ്ഞിട്ട് ഉടനെ വെട്ടിക്കളയുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയിട്ട് ഉടനെ വായിക്കണ്ട. ജേർണൽ ചെയ്യുക. നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യുക. ജേർണൽ ചെയ്യുക, ക്ലോസ് ചെയ്യുക. എല്ലാ ദിവസവും എഴുതുക. എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഇന്ന് ഇത് തന്നെ എഴുതിക്കോളൂ, ഞാൻ എഴുതുന്ന മോശമാണെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിക്ക് ഗൗരി ഒരു കത്ത് എഴുതി നോക്കുക. വേണമെങ്കിൽ ഗൗരിക്ക് ഗൗരിയുടെ ഇത് തെറാപ്പിയിലൊക്കെ നമ്മളെ കോച്ചൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന യങ്ങർ വേർഷന് കത്ത് എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഗൗരിക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതുക. ആ കത്ത് എഴുതി കഴിയുമ്പോൾ എന്താ തോന്നുന്നതെന്ന് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജേർണൽ ചെയ്ത് നോക്കുക. ഓരോ ദിവസം ജേർണൽ ചെയ്യുക. കത്തുകളൊക്കെ എഴുതി ജേർണൽ ചെയ്യുക. നമുക്ക് തന്നെ കത്തുകൾ എഴുതി ജേർണൽ ചെയ്യുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ ട്രാക്കിലോ. ഇനി പറ്റുന്നില്ലെങ്കിൽ ഓതർ കോച്ചിങ് ഒക്കെ നല്ല ഒരു ഓപ്ഷനാണ്. കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി ആരായിരുന്നു? സെബ അല്ലേ? അതെ മാം. ഞാൻ ഒരിക്കലും എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഷോർട്ട് സ്റ്റോറി ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിലും അത് ഞാൻ വിചാരിക്കുന്ന സമയത്ത് അത് നിർത്താൻ പറ്റാറില്ല. അത് സ്വാഭാവികമായിട്ടൊരു നോവൽ എന്നുള്ള രീതിയിൽ പോവാറുണ്ട്. മീൻസ് അത് ഒരു ഷോർട്ട് സ്റ്റോറി എന്നുള്ള രീതിയിൽ എനിക്ക് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനോ അല്ലെങ്കിൽ കണ്ടന്റ് കംപ്ലീറ്റ് എഴുതി തീർക്കാനോ പറ്റാറില്ല. ചില സമയങ്ങളിൽ ഭയങ്കര ലോങ് ആയി പോവുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നിർത്താൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. നിർത്താൻ പറ്റാതെ ആ ഒരു കൺട്രോൾ ഇല്ലാതെ അങ്ങ് പോവാ അല്ലേ? ഓക്കെ. ഇപ്പോ എന്താ പറയാ, സെബ ഇപ്പം എന്താ എഴുതുന്നതെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് ആ ലിമിറ്റേഷൻസിനകത്ത് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. നേരത്തെ പറഞ്ഞ വൺ ലൈൻ ഫ്രെയിമിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. സെബ ഒരു നോവലാണ് അല്ലെങ്കിൽ എന്ത് സാധനം എഴുതുന്നതെന്ന് വെച്ചാലും സെബ എഴുതുന്ന തീം ഇപ്പം എന്താ ക്രൈം ത്രില്ലറാണോ, പ്രണയം വിരഹമാണോ, അതോ ഒരു എന്താ പറയുക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്കാണോ, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം എന്ത് തീമാണെന്ന് വെച്ചാലും അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോരോ ലൈൻ എഴുതുക. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഓരോ ലൈൻ എഴുതുക. അതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അതിനെ വേണമെങ്കിൽ നമുക്ക് ജേർണൽ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ജേർണൽ ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ കുറച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ മണിച്ചിത്രത്താഴ് തന്നെ വേണമെങ്കിൽ നമുക്ക് ഞാൻ ആ പറഞ്ഞ വൺ ലൈനിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ജേർണൽ ചെയ്യാം. സണ്ണിയുടെ പാർട്ട് ജേർണൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഗംഗയുടെ പാർട്ട് ജേർണൽ ചെയ്യാം. നാഗവല്ലിയുടെ പാർട്ട് ജേർണൽ ചെയ്യാം. അങ്ങനെ ജേർണൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. എന്ത് എഴുതണം, എന്ത് എഴുതണ്ട. ചിലതൊക്കെ ഭയങ്കര ഇറിലവൻ്റ് ആയിരിക്കും, അതൊക്കെ ഒഴിവാക്കാം. അപ്പോൾ അതിനകത്തൊരു വർക്ക് നമുക്ക് ബുക്കിൽ എഴുതണ്ടാത്ത എന്നാൽ ഒരു പാരഗ്രാഫ് വൺ ലൈൻ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു വർക്ക് നമ്മൾ ചെയ്താലും കുഴപ്പമില്ല. അത് ബുക്കിലേക്ക് ആക്കണം എന്ന് തന്നെ ഇല്ല. അപ്പോൾ സെബ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യം സെബയ്ക്ക് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത്, ഇപ്പം നമ്മൾ കോളേജിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യത്തില്ലേ, അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലേ എന്തൊക്കെ എഴുതണം. 5 പോയിന്റ്
ഒരു ഇൻട്രൊഡക്ഷൻ വേണം, കൺക്ലൂഷൻ വേണം, ഈ 5 പോയിന്റ് എഴുതണം, അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന്. അപ്പൊ ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ നമുക്ക് അറിയാം 5 പോയിന്റ് എന്താണ്. അപ്പൊ ഈ 5 പോയിന്റിനെ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വൺലൈൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് 10 മിനിറ്റേ ഉള്ളൂ. ഞാൻ 2 പേരും കൂടെ ക്യൂവിലുണ്ട്. താങ്ക് യു മാം. പറഞ്ഞോളൂ സുസ്മിത അല്ലേ? അതെ അതെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുന്നത് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫ് ചിലപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങള്, ഞാൻ ആ ഒരു കാലഘട്ടം അതിനകത്ത് എപ്പോഴും വിസിബിൾ ആയിരിക്കും. അത് ഞാൻ എഴുതുന്ന കണ്ടന്റ് വായിക്കുന്ന ആൾക്കാർ പല ജനറേഷനിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവിലേക്ക് നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? അതേപോലെ നമ്മൾ എഴുതുന്ന കണ്ടന്റിനകത്ത് പല ജനറേഷൻസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ജനറേഷനും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതെങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഇപ്പോ നമുക്ക് പറയാം, ഇപ്പം 2-ാം ഊഴം വായിച്ചിട്ടില്ലെങ്കിൽ 2-ാം ഊഴത്തിലൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ്ലി പൗരാണിക പശ്ചാത്തലത്തിലുള്ള കഥയാണ്. നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. ഭീമനും അവരൊക്കെയാണ്, അവർക്ക് ജീവിച്ചിരുന്നോന്ന് നമുക്കറിയത്തില്ല, കഥയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു ആനിമേഷൻ മൂവി കാണുന്നു, നമ്മളുമായിട്ട് എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ആനയും പൂച്ചയൊക്കെ സംസാരിക്കുന്നു. നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിലും ഉള്ളത് ഇമോഷൻസ് ആണ് അല്ലേ? ഇപ്പോൾ മൗഗ്ലി വീണ് കാലൊടിഞ്ഞാൽ നമുക്ക് സങ്കടം വരുന്നത് നമുക്ക് ഇമോഷൻസ് ഉണ്ട് അവിടെ. ഇമോഷൻ മാത്രമാണ് ഈ പറയുന്ന എല്ലാ കഥയിലുള്ളത്, ഇമോഷൻസ് ആണ്. അപ്പൊ നമ്മൾ പറയുന്ന കഥ, നമ്മുടെ പാർട്ടെന്ന് പറയുമ്പോൾ ഏത് ജനറേഷൻ ആണെങ്കിലും ഏത് ഗ്രേഡ് ഓഫ് മനുഷ്യന്മാരാണെങ്കിലും അവരെ കണക്ട് ചെയ്യുന്നത് ഇമോഷൻസ് മാത്രമാണ്. ഇമോഷൻസ് ക്രൈം ത്രില്ലർ ആണെങ്കിൽ പോലും ഇമോഷൻസിനെ വിടരുത്. ഇമോഷൻസിന് കൃത്യമായിട്ട് എഴുതാൻ പറ്റണം. എന്തുകൊണ്ടാണ് നമ്മുടെ ക്യാരക്ടറിന് ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അത്രയും ബുദ്ധിമുട്ട് വന്നതെന്ന് വായനക്കാരന് മനസ്സിലാവണം, അത്രയും ക്ലാരിറ്റി ഉണ്ടാവണം. പ്ലസ് ഈ ജനറേഷൻ പറയുമ്പോൾ എന്താ മാറുന്നത്, ജനറേഷൻ ടു ജനറേഷൻ എന്ത് മാറ്റമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ആദ്യം ഒരു ക്ലാരിറ്റി വേണം. പറ്റിയാൽ മറ്റേ മയ്യഴിപ്പുഴയൊന്നും വായിച്ചിട്ടില്ലെങ്കിൽ മയ്യഴിപ്പുഴയൊക്കെ ഒന്ന് വായിച്ചാൽ ജനറേഷൻസിന്റെ കഥ വരുന്നുണ്ട്. നെട്ടൂർ മഠം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അതിനകത്തൊക്കെ ജനറേഷൻസിന്റെ കഥ വരുന്നുണ്ട്. ജനറേഷൻസിന്റെ കഥ വരുമ്പോൾ അടുത്ത ജനറേഷനിലെ ആൾക്കാർ, പുതിയ തലമുറ വേറെ തന്നെ എല്ലാ ജനറേഷനിലും പുതിയ തലമുറയായിരിക്കുമല്ലോ, അവർക്ക് പുതിയ ഐഡിയാസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയാണ് അവരെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുമ്പോൾ ജനറേഷൻ മാറിയത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആവും. കാരണം പുതിയ ആൾക്കാർക്ക് പുതിയ ആശയങ്ങൾ മാറും. ആ ആശയങ്ങൾ മാറുന്നതിന് കൃത്യമായിട്ട് പഠിച്ചെഴുതുക. എന്തൊക്കെ മാറണം, എന്തൊക്കെ ആശയങ്ങൾ മാറാം, വേഷവിധാനം മാറാം, ജോഗ്രഫി മാറാം, മനുഷ്യന്മാരുടെ തെരഞ്ഞെടുക്കലുകൾ മാറാം, റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസ് മാറാം. അപ്പൊ അതൊക്കെ തീരുമാനിക്കുക. കുറച്ചും കൂടി ആഴത്തിലുള്ള ചോദ്യമായിട്ടോ സുസ്മിത ചോദിച്ചത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ്. കുറച്ച് ക്ലാസിക്സ് വായിച്ചാൽ നല്ലതായിരിക്കും, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. മയ്യഴിപ്പുഴയും 2-ാം ഊഴവും അങ്ങനത്തെ കുറച്ച് ഡീപ്പ് പുസ്തകങ്ങൾ വായിച്ചാൽ നല്ലതായിരിക്കും. ആക്ച്വലി നമുക്കിനി ഒരു 7-8 മിനിറ്റേ ഉള്ളൂ. പറ്റിയാൽ നമുക്ക് ഒരാളുടെയും കൂടെ ക്വസ്റ്റ്യൻ എടുക്കാം. എന്നിട്ട് ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങളുടെ പാർട്ടെന്നും കൂടി നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏബിൾ ആക്കി തരാം. അപ്പോൾ ബാക്കി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ഇടുക, ഞാൻ അവിടെ റിപ്ലൈ ഇടാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി 8 മണി ആവുമ്പം കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആരാന്ന് വെച്ചാൽ ഒരാളും കൂടി ചോദിക്കും. സാരിക പറയാം. ഞാൻ എന്റെ UPSC പ്രിപ്പറേഷൻ ആണ്. അതിന്റെ ഇടയിൽ എനിക്ക് എഴുതാൻ സമയം കിട്ടാറില്ല. പക്ഷെ ഞാൻ വല്ല ഒന്ന് പ്ലാൻ ചെയ്ത് എഴുതുന്ന ആളല്ല. ചിലപ്പോ ഒരു വാക്കിന്നായിരിക്കും എനിക്ക് കഥ പോകുന്നുണ്ടാവുക. ഒരു ഇടയിലൊക്കെ എത്തുമ്പോഴാണ് എനിക്ക് അപ്പോഴായിരിക്കും കഥ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവുക. സോ എന്റെ പ്രിപ്പറേഷൻ ഹെക്റ്റിക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്ന് വിട്ടിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും പിന്നെ എഴുതാനുള്ള ഫ്ലോയും പോകും എന്റെ. അപ്പൊ എനിക്കൊരു ഇന്റർവെല്ലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബി ആയിട്ട് എനിക്ക് ഒരിക്കലും എഴുത്തിനെ മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കുറെ കാലമായി എന്റെ എഴുത്ത് മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ എങ്ങനെയാ മറികടക്കുക? സരികയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇപ്പൊ സരിക ഇത്ര നാള് പഠിച്ചിട്ട് ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, എങ്ങനെയാണ് നിങ്ങളുടെ മോഡ് ഓഫ് സ്റ്റഡി എന്ന് എനിക്കറിയില്ല. ബ്രേക്കുകൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും എഴുത്ത്. അങ്ങനത്തെ എഴുത്തിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അങ്ങനെ പ്രത്യേകിച്ച് ചൂസ് ചെയ്ത ഒരു കഥയ്ക്കകത്തൊന്നും കുടുങ്ങി കിടപ്പില്ലെങ്കിൽ, മെമ്മോയർ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ കഥകൾ എഴുതുകയാണെങ്കിൽ, ഒരു നോവൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടാവും. എവിടെയെങ്കിലും നിർത്താം, തിരിച്ചു വന്നിട്ട് അവിടെ റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഫ്രീഡം ഉണ്ടാവും. 1. 2, ഇനിയിപ്പോൾ നോവലോ വലിയൊരു കഥ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഫസ്റ്റ് എൻഡ് കഥ നമുക്ക് അറിയണം. ഇങ്ങനത്തെ ഒരു
ട്രാക്കിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, പാരലലി ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു വലിയ ഇതുപോലെ ഡെഡിക്കേറ്റഡ് ആയി UPSC പോലെ ഒരു പഠിത്തത്തിലൊക്കെ ആണെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യം, ഫസ്റ്റ് ടു എൻഡ് നോവലിന്റെ കഥ നമ്മുടെ തലയിൽ വേണം. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണം എന്നൊരു ബോധം വേണം. എന്നിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വിട്ടിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അധികം തോന്നത്തില്ല. ആ രീതിയിലൊക്കെ വേണേൽ അതിനെ ഫ്രെയിം ചെയ്യാം. ഇപ്പോൾ ലാജോ ജോസിന്റെ ഒരു പുസ്തകമുണ്ട്, ഓറഞ്ച് തോട്ടത്തിലെ അതിഥി. അതിനകത്തിലെ ക്യാരക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നാ കഥ. 4-5 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ കഥയുടെ പേര് തന്നെ, ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് തന്നെ, ഇപ്പം ദിവ്യ, ഞാനാണെങ്കിൽ എന്റെ പാർട്ട് ദിവ്യ, ഞാൻ പറയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റും അങ്ങനെ ചെയ്തു. അപ്പൊ അടുത്ത പാർട്ടിന്റെ പേര് സരിക എന്നായിരിക്കും. അപ്പൊ സരികയാണ് അതിലെ ക്യാരക്ടർ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചാൽ നമുക്ക് പറ്റുന്ന രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പുള്ളി. അതായത് നമുക്ക് കണ്ടിന്യൂറ്റി പ്രശ്നമില്ല, അടുത്ത പാർട്ടിൽ ആ പാർട്ട് തൊട്ട് എഴുതിയാൽ മതി, അങ്ങനെ ഒരു സ്റ്റൈലാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. പിന്നെ UPSCയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, UPSC ആസ്പിറൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു ആങ്സൈറ്റി മാനേജ്മെന്റിന്റെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസും തരാം. അല്ലെങ്കിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നോക്കുക, ശരിക്കും പഠനത്തിൽ നിന്നുള്ളൊരു ഡിസ്ട്രാക്ഷൻ ആണോ എഴുത്തെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് കൃത്യമായ ഒരു ബ്ലോക്ക് ചെയ്ത് ഇത്ര കാര്യങ്ങളെന്ന് വിചാരിച്ചിട്ട് മെമ്മോയറോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതുന്ന രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്താൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാൻ ചിലപ്പോൾ സമയം കിട്ടും. അതാണ് ഇതിന്റെ ഒരു രീതി എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഷോർട്ട് സ്റ്റോറീസ് ആണ് എഴുതുന്നത്. പക്ഷെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതാൻ ഇരിക്കുന്ന സമയത്ത് ആ കഥ വരില്ല. കഥ വരുന്ന സമയത്ത് സമയം ഉണ്ടാവില്ല. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, കഥ വരുന്ന സമയത്ത് 1 ലൈൻ എഴുതി വെക്കുക. ഒരു ബുക്കോ മൊബൈലിൽ നോട്ട്സിലോ വല്ലതും കഥ വരുന്ന, അല്ലെങ്കിൽ വോയിസ് ആയിട്ട് എടുത്ത് വെച്ചാലും മതി. കഥ വരുന്ന സമയത്ത് നമുക്ക്, എനിക്ക് ചിലപ്പോൾ സിനിമയൊക്കെ കാണുമ്പോൾ ഇതുപോലെ ഐഡിയ തോന്നും, തിയേറ്ററിലൊക്കെ വെച്ച്. അപ്പൊ ഞാനിങ്ങനെ 1 ലൈൻ ടൈപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ ഐഡിയ തോന്നത്തില്ല. ഐഡിയ തോന്നുമ്പോൾ അത് എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് വെക്കുകയോ എഴുതി വെക്കുക. മീൻസ് ഒരു 2 ലൈൻ. ഇപ്പോൾ പെട്ടെന്ന് തോന്നുന്നതാണ് ഒരു വയസ്സനും കുട്ടിയും കൂടെ നടന്നു പോകുന്നു, കുട്ടി വയസ്സിനോട്, അപ്പൊ അങ്ങനത്തെ ഒരു കഥയാണ് തോന്നുന്നെങ്കിൽ 4 ലൈനിൽ എഴുതി വെക്കുക. മറക്കാതെ എഴുതി വെക്കുക, കാരണം അത് മറന്നു പോകും. അതങ്ങനെയാണ്, നമുക്ക് എത്ര ക്രിയേറ്റീവ് ആണെന്ന് പറഞ്ഞാലും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഇത് മൂടുള്ള സമയത്ത് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ ചിലപ്പോൾ അത് വർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. മാം, അതേപോലെ ഒരു കഥയുടെ തുടക്കം നമുക്ക് അതാണ് ഏറ്റവും വലിയ ടാസ്ക്. എങ്ങനെയാണ് അതൊന്ന് തുടങ്ങി കിട്ടുക എന്നുള്ളത്. തുടങ്ങിയാൽ പിന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ തുടക്കം ഭയങ്കര ഒരു പ്രശ്നമാണ്. തുടക്കം വേണമെങ്കിൽ നമുക്കൊരു ചില സീരീസ് ഒക്കെ തുടങ്ങുന്ന കാണത്തില്ലേ, ഒറ്റയടിക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ ആയിരിക്കും കാണിക്കുക. സഡൻ ആയിട്ട് വേണമെങ്കിൽ തുടങ്ങാം. സഡൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കഥ തുടങ്ങാൻ നേരത്ത് ഒരു ആക്സിഡന്റ് കാണിച്ച് വേണം എനിക്ക് തുടങ്ങാം. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് ഹുക്ഡ് ആവും എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ട്. അത് വിഷ്വൽ ആണെങ്കിലും അതെ, വായനാ മാധ്യമം ആണെങ്കിലും അതെ. അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്തിന്റെ ജോഗ്രഫി, അതായത് ഇപ്പൊ കഥ നടക്കുന്നത് ഇവിടെയാണ്, പഴയ സിനിമയൊക്കെ തുടങ്ങുന്ന പോലെ തന്നെ ഒരു വൈഡർ ഷോട്ട് കാണിച്ചല്ലേ തുടങ്ങുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന കഥയാണെങ്കിൽ ഇവർ തമ്പാനൂരും റെയിൽവേ സ്റ്റേഷനും എല്ലാം കാണിക്കും. അതുപോലെ നമുക്കൊരു ഗ്രാമം കാണിച്ചോ അല്ലെങ്കിൽ ഒരു സിറ്റി കാണിച്ചോ തുടങ്ങാം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഓപ്പണിങ്ങിന് ഈ നോർമൽ എന്താ പറയുക ക്ലീഷേ തന്നെ ഫോളോ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ സഡൻ ആയിട്ടൊരു ഈ ഇൻസിഡന്റ് കാണിച്ചു തുടങ്ങാം. അതല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറെ വെച്ച് തുടങ്ങാം. അപ്പം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, കഥ തുറക്കുന്നു, അവിടെ നിന്ന് തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഞാൻ വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വോയിസ് ആയിട്ട് വേണമെങ്കിൽ ഇട്ട് തരാം. 3 മിനിറ്റ് കൂടെ ഉള്ളൂ, അതാണ്. അപ്പോൾ ഇനി ചോദ്യങ്ങൾ നിങ്ങൾ അവിടെ ചോദിക്കാട്ടോ, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കട്ടായി പോകും. അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആ ഗ്രൂപ്പ് നിങ്ങൾക്കും കൂടി സംസാരിക്കാൻ വേണ്ടി ടേബിൾ ചെയ്ത് തരാം. പിന്നെ കൂടുതൽ വർക്ക്ഷോപ്പ്, ഫ്രീ ആയിട്ട് വർക്ക്ഷോപ്പ് വരുന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. പെയ്ഡ് ആയിട്ടുള്ളത് വെബ്സൈറ്റിലുണ്ട്, ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതും പറയാം. നിങ്ങൾ കൂടുതൽ വായിക്കുക, എഴുതുക. ഞാൻ എല്ലാം കൂടെ പെട്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഹറിബറി ചിലപ്പോൾ ഉണ്ടാവും, എനിക്കറിയാം. നമ്മൾ 1 hour നിർത്തിയതിൻ്റെ ഒരു കാര്യം കൊണ്ടാണ്. അതുകൊണ്ട് അതിനകത്ത് എല്ലാം വരണമല്ലോ എന്ന് വെച്ചിട്ട് ഒത്തിരി ഡീപ്പ് പോവാതെ പെരിഫറിയിൽ പറഞ്ഞാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിട്ടുണ്ടാവണമെന്നോ ഇല്ല, അതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിരുന്നു, വളരെ ഡീപ്പായിട്ട്, വളരെ നന്നായിട്ട് പറഞ്ഞു. എല്ലാവരും ഒരുപോലെ പലതരം കാര്യങ്ങളുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ജോയിൻ ചെയ്തു. എത്ര നേരം ഇരുന്നതിലും ചോദിക്കും, അവിടെ ചോദിച്ചാൽ മതി. ചിലപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കട്ടായി പോകുന്നുണ്ട്. എല്ലാവരും ഞാൻ കണ്ടു, സമീറ, സുസ്മിത, ബിന്നു, സരിക, ലക്ഷ്മി, എല്ലാവരും ഉണ്ട്. ഒത്തിരി ലക്ഷ്മിമാരുണ്ട്. അപ്പോൾ എനിവേ എനിക്ക് തോന്നുന്നത് വിമൻ ആണ് കുറച്ചും കൂടി ഇമോഷൻസ് വൾണറബിൾ ആയി പറയുന്ന ആൾക്കാർ. പക്ഷെ വിമൻ ആണ് എഴുതാൻ നേരം കാലമൊന്നും ഇല്ലാത്തത്. നോർമലി ഞാൻ അങ്ങനെ കുറ്റം പറയാന്ന് വിചാരിക്കരുത്, പക്ഷെ എൻ്റെ ഒരു ഫൈൻഡിങ് ആണ്, ഈ മെൻ എഴുതുന്നതിനകത്ത് എല്ലാ ആണുങ്ങൾക്കും എന്താ പറയുക ഇമോഷൻസ് എഴുതാൻ പറ്റണം എന്നില്ല. പക്ഷെ നമ്മളെ ഏരിയയിൽ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അത് പിടിക്കുക, ഇമോഷൻസ് എഴുതുക. അപ്പോൾ ഏകദേശം 8 മണി ആവുന്നുണ്ട്. ബാക്കി വാട്സപ്പിൽ ഇട്ടാൽ മതി, ഞാൻ അവിടെ റിപ്ലൈ ചെയ്യാം. താങ്ക് യു എല്ലാവരും വന്നതിലും ജോയിൻ ചെയ്തതിലും.
താങ്ക് യു മാം. കാണാൻ താങ്ക് യു സോ മാം മച്ച്. ഒരുപാട് താങ്ക്സ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.